ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിലെ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും അതിനോടൊപ്പം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സസൈസ് 7.1 ഈ ചാപ്റ്ററിൽ ആകെ ഒരൊറ്റ എക്സസൈസേ ഉള്ളൂ. അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാറുള്ളൂ. ഗോട്ട് ഇറ്റ്? സോ ദ ഫസ്റ്റ് വൺ, എ ഗേൾ ഹു ഇസ് 1.2 മീറ്റർ ടോൾ. അപ്പൊ ഈ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്? 1.2 മീറ്റർ ആണ്. ഇസ് വാച്ചിങ് എ ബലൂൺ മൂവിംഗ് ഇൻ എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് എ ഹൈറ്റ് ഓഫ് 82.2 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹെർ ഐസ് ഇസ് ചേഞ്ച്ഡ് ഫ്രം 60 ഡിഗ്രി ടു 30 ഡിഗ്രി. അതായത് ഒരു പെൺകുട്ടി ഇവിടെ നിന്നിട്ട്, അതായത് ഒരു പെൺകുട്ടിയുടെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടിയുടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 1.2 മീറ്റർ ആണ്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഒരു ബലൂൺ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക അല്ലെ? ഒരു ബലൂൺ ഈ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്ക്? ഈ പോയിന്റിലേക്ക് പോകുന്നു. ഓക്കെ, ആ കുട്ടി മുകളിലേക്ക് നോക്കുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 60 ഡിഗ്രി ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ കാണുന്ന ഈ കുട്ടിയുടെ നേരെയുള്ള സ്ട്രെയിറ്റ് വ്യൂ ഇതാണ്. സ്ട്രെയിറ്റ് വ്യൂയിലുള്ള ആദ്യത്തെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് 60 ഡിഗ്രി. ആ പോയിന്റിൽ നിന്ന് ഈ ബലൂൺ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി മാറി? 30 ഡിഗ്രി ആയി മാറി. ഓക്കെ, ഇനി ഈ ബലൂണിന്റെ ഹൈറ്റ് എത്രയാണ്? 88.2 ആണ്. 88.2 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്തൊരു ഇമേജ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്താലോ? ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് ചെറിയൊരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഒരു കുട്ടിയുണ്ട് ഇവിടെ, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ബലൂൺ കാണുന്നു. ബലൂൺ കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. ആ ബലൂണിന്റെ ഹൈറ്റ് 88.2 ആണ്. ഈ ബലൂൺ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. എത്ര വേണേലും ആയിക്കോട്ടെ, കുറച്ച് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്ത് പോയിന്റ് ആയപ്പോഴത്തേക്ക് കുറച്ച് ഈ 60 ഡിഗ്രി എന്നുള്ളത് നേരെ എത്ര ഡിഗ്രി ആയി മാറി? 30 ഡിഗ്രി ആയി മാറി. ഈ കുട്ടി ഇവിടുന്ന് അനങ്ങുന്നില്ല കേട്ടോ. ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ നിന്നിട്ട് നേരെ പറന്നു പോകുന്ന ബലൂൺ ഇങ്ങനെ നോക്കുക. അത് അവിടെ കാണുന്നു. അവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്ന എത്ര ഡിഗ്രി ആംഗിളിലാണ്? 60 ഡിഗ്രി ആംഗിളിലാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. 60 ഡിഗ്രി ആംഗിൾ എന്നുള്ള നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആള് നേരെ ചരിഞ്ഞു. എന്താ? ഹെഡ് ടിൽറ്റ് ചെയ്തു. 60 ഡിഗ്രി എന്നുള്ള നേരെ 30 ഡിഗ്രി ആയി അല്ലേ? അപ്പോൾ 30 ഡിഗ്രി ആയപ്പോൾ ഈ സംഭവം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ബലൂൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ടാവും. കുറച്ച് അകല് പോയിട്ടുണ്ടാവും, കുറച്ച് അകന്നു പോയിട്ടുണ്ടാവും. അപ്പൊ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഫിഗർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോ ആ കുട്ടീനെ ഡിപ്പിക്ട് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ആ കുട്ടിയുടെ ഹൈറ്റ് എത്രയാ? 1.2 മീറ്റർ ആണ്. ആ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ കാണുന്നത് ഇതാണ്. ഓക്കെ, ആ കുട്ടി ഒരു ബലൂണിന്റെ മുകൾ ഭാഗം കാണുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 60 ഡിഗ്രി. ഈ ബലൂണിന്റെ ഹൈറ്റ് എത്രയാ? 88.2. 88.2 ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. 88.2. അതിൽ ഈ 1.2 മൈനസ് ചെയ്താലോ? 88.2 നിന്ന് 1.2 മൈനസ് ചെയ്താലോ എത്ര വരിക? 87 അല്ലേ വരിക? 87. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 87 ആയിരിക്കും. ക്ലിയർ ആണേ? ടോട്ടൽ ഡിസ്റ്റൻസ് 88.2 ആണ്. അതിൽ 1.2 കുട്ടിയുടെ ഹൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ കുട്ടിയുടെ ഹൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ എത്ര വന്നേനെ? 1.2 തന്നെയല്ലേ ഇവിടെ വരുള്ളൂ അല്ലേ? അപ്പോൾ ടോട്ടൽ 88.2 ഈ 1.2 മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വരുന്നത് എത്രയാ? 87 ആണ്. അതേ ഡിസ്റ്റൻസ് അതേ ഹൈറ്റിൽ തന്നെയാണ് ഇപ്പോഴും ആശ നിൽക്കുന്നത്. എത്രയാ? 88.2 തന്നെയാണ്. ഇവിടെ 1.2 ആണ്. ഇവിടെ എത്ര തന്നെയാ? 87 ആ വരിക. ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര അകലം പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ആശ എന്ത് ചെയ്തു? ഈ കാണുന്ന ബലൂൺ ഈ പറഞ്ഞ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി എന്നുള്ളത് എന്തായി മാറി?
30 ഡിഗ്രി ആയി മാറി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പെർട്ടിക്കുലർ പോയിന്റിന് ഓരോ പേര് കൊടുക്കാം. എ ബി എന്ന് പറയുന്ന കുട്ടിയുടെ ഹൈറ്റ് ആണ്. സി ഡി ഇ എഫ് കാണുന്ന പോയിന്റ് പി എന്നും ക്യൂ എന്നും കൊടുക്കാം. റാൻഡം ആയിട്ട് ഓരോ പേര് കൊടുത്തു മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സി ഡി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, ഈ പോയിന്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി മുതൽ ഡി വരെ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നുള്ളതല്ലേ അറിയേണ്ടത്. ഓക്കെ, ചെയ്തു നോക്കാം. ഇപ്പൊ നമുക്ക് ബി പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ബി പി സി, അതില് ആ ട്രയാങ്കിൾ മാത്രം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുവാണേ. ബി പി സി, പി സി നമുക്കറിയാം 87 ആണ്. ആംഗിൾ ബി 60 ഡിഗ്രി ആണ്. അതിൽ നിന്ന് ബി പി അറിയണം. നേരത്തെ ഒരു കാര്യം ചെയ്തിട്ടുള്ള ബി ക്യൂവിൽ നിന്ന് ബി പി മൈനസ് ചെയ്താൽ പി ക്യു കിട്ടും. എങ്ങനെ? ബി ക്യൂവിൽ നിന്ന് ബി പി മൈനസ് ചെയ്താൽ നമുക്ക് പി ക്യു കിട്ടും. ഈ പി ക്യു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? സി ഡി. ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും tan 60 എടുക്കാം. tan 60 will be equal to PC by BP. tan 60 വാല്യൂ എത്രയാ? √3 ആണ്. will be equal to 87 by BP. അപ്പോൾ BP എത്ര വരും? BP will be equal to 87 by √3. 87 by √3 എന്ന് വരും. ഇനിയോ, ഇനി നമുക്ക് ബി ക്യു ഡി എടുക്കാം. അടുത്ത ട്രയാങ്കിൾ നോക്കാം. ഇൻ ട്രയാങ്കിൾ ബി ക്യു ഡി, ബി ക്യു ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 30 ഡിഗ്രി ആണ്. ക്യു ഡി 87 ആണ്. ബി ക്യു എത്രയാന്ന് കണ്ടുപിടിക്കണം. ബി ക്യു കണ്ടുപിടിച്ചിട്ട് ബി പി മൈനസ് ചെയ്താൽ പി ക്യു കിട്ടും. ആ പി ക്യു തന്നെ ആയിരിക്കും എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബലൂൺ. ഗോട്ട് ഇറ്റ്? അങ്ങനെ നോക്കുമ്പോൾ ബി ക്യു ഡിയിൽ tan 30 എടുത്താൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ക്യു ഡി ആണ്. ക്യു ഡി ബൈ അഡ്ജസന്റ് സൈഡ് ബി ക്യു. ക്യു ഡി ബൈ ബി ക്യു. tan 30യുടെ വാല്യൂ എത്രയാ? 1/√3 ഈക്വൽ ടു ക്യു ഡി എത്രയാ? 87. 87 by ബി ക്യു. ക്രോസ് ചെയ്താലോ ബി ക്യു വിൽ ബി ഈക്വൽ ടു 87√3. എന്താ ഇതേ? √3 അങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബി ക്യു ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി ക്യു വിൽ ബി ഈക്വൽ ടു 87√3. അപ്പോൾ ബി പിയും കിട്ടി, ബി ക്യൂയും കിട്ടി. ബി ക്യൂവിൽ നിന്ന് ബി പി മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? പി ക്യു കിട്ടും. ആ പി ക്യു തന്നെയാണ് എന്ത് വരിക? സി ഡി വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാം. പി ക്യു വിൽ ബി ഈക്വൽ ടു തടയട്ടെ. പി ക്യു വിൽ ബി ഈക്വൽ ടു എന്താ? ബി ക്യൂവിൽ നിന്ന് ബി ക്യു മൈനസ് ബി പി അല്ലേ? ബി ക്യു എന്തായിരുന്നു? 87√3 ആയിരുന്നു. മൈനസ് 87/√3. ക്രോസ് ചെയ്താലോ 87√3 into √3 minus 87 all divided by √3. അല്ലേ? വേണ്ട, ഒരു എളുപ്പമായി നമുക്ക് ചെയ്യാം. എന്തായിരുന്നു? 87√3 ഉണ്ട് മൈനസ് 87/√3. നമുക്ക് കോമൺ ആയിട്ട് 87 ഒക്കെ പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ട്? √3 മൈനസ്
1/√3. ഇത് ക്രോസ് ചെയ്താലോ എന്താ വരിക? 87 ഇൻറ്റു ക്രോസ് ചെയ്താൽ √3 ഇൻറ്റു √3 3 ആണ്. 3 മൈനസ് 1/√3. ഇപ്പൊ എന്ത് വരും? 87 ഇൻറ്റു 2/√3. ഇനി എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ √3 ഉണ്ട്. ഈ √3 റാഷണലൈസ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു √3, ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? 87 ഇൻറ്റു 2√3 ഡിവൈഡഡ് ബൈ 3 എന്നായി. എങ്ങനെ? 87 ഇൻറ്റു 2√3 ഡിവൈഡഡ് ബൈ 3 എന്നായി. ഇനി 87ഉം 3യും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. 87ഉം 3യും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3ന്റെ ടേബിളിൽ 87 ഉണ്ടാവും. എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് എത്രയാ? 27 ടൈംസ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് 27 ടൈംസ്. സോ PQ will be equal to 27 ഇൻറ്റു 2√3. എന്താണ്? 27 ഇൻറ്റു 2√3. അപ്പൊ 27 ഇൻറ്റു 2 എത്ര വരും? 54. 54√3. ഇനി √3യുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞാലോ? 54 ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്തേ. ഇറ്റ് വിൽ ബി 93.528. നമുക്ക് റൗണ്ട് ചെയ്ത് 93.53 മീറ്റർ എന്ന് കൊടുക്കാം. അതായത് PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 93.53 മീറ്റർ ആണ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന PQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ്? അതായത് ഈ ബലൂൺ മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? 93.53 മീറ്റർ ആണ്. So distance traveled by the balloon will be equal to 93.53. Distance traveled is equal to 93.53 meter. Got it? നമ്മൾ എന്താ ചെയ്തേ? BQ കണ്ടുപിടിച്ചു, BP കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങനെ പേര് കൊടുത്താണ്ടാണ് BQ BP വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഇഷ്ടമുള്ള നെയിമിംഗ് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ PQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് BQ മൈനസ് BP ഈ രണ്ട് ഡിസ്റ്റൻസും തമ്മിൽ മൈനസ് ചെയ്താൽ PQ കിട്ടും. ആ PQ തന്നെയാണ് എന്ത് വരിക? CD വരിക. സോ PQ will be equal to CD will be equal to 93.53. CD എന്ന് പറയുന്ന പോയിന്റ് ഏതാ? ആ ബലൂൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. A straight highway leads to the foot of a tower. A man standing at the top of the tower observes a car at an angle of depression of 30 degrees, which is approximately approaching the foot of the tower with a uniform speed. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മുകളിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ്, ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ താഴോട്ട് ഞാൻ കാണുമ്പോൾ ഒരു കാർ മൂവ് ചെയ്യുന്നു. നല്ല അടിപൊളി ഒരു കാർ, നല്ല റോൾസ് റോയ്സ് കടന്നു പോകുന്നു. അങ്ങനെ റോൾസ് റോയ്സ് കടന്നു പോകുന്ന ഒരു യൂണിഫോം സ്പീഡിലാണ്, ഭയങ്കര സ്പീഡ് കുറച്ചിട്ടൊന്നുമല്ല, ഒരു യൂണിഫോം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ റോൾസ് റോയ്സ് കടന്നു വരുന്നത് ഞാൻ ഇങ്ങനെ നോക്കുക. കുറച്ച് സമയമായപ്പോഴത്തേക്ക് എൻ്റെ വീടിന്റെ മുന്നിൽ കൂടെ അങ്ങ് കടന്നുപോയി. ഈ പോയ കാറിന്റെ സ്പീഡ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് വേണം? ഞാൻ നോക്കിയ ആംഗിൾ അറിയണം, ഒന്ന്. രണ്ട്, ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അറിയണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങിലേക്ക് ആശാൻ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ ഇവിടെ രണ്ട് കാര്യങ്ങളിലും, ഒന്ന് ആംഗിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആയിരുന്നു, 30 ഡിഗ്രി ആയിരുന്നു. 30 ഡിഗ്രി എന്നുള്ള നേരെ അടുത്ത് വരുന്തോറും എന്താണ്? 60 ഡിഗ്രി ആയി. എന്താ? അപ്രോച്ച് ചെയ്യും തോറും ആംഗിൾ കൂടും, അകന്നു പോകും തോറും ആംഗിൾ കുറയും എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് സി എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അതായത് ഈ ടവറിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോൾ ഈ 30 ഡിഗ്രി എന്നുള്ള എന്തായി? 60 ഡിഗ്രി ആയി. എത്രയാ? 30 ഡിഗ്രി എന്നുള്ളത് 60 ഡിഗ്രി ആയി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലവേഷനും ഏകദേശം ഒരേപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. ഓൾട്ടർനേറ്റ് ആംഗിൾസ് വരുന്നുണ്ടല്ലോ. അപ്പോ
ഇവിടെ എന്താ പറയുന്നത്? എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ടവർ ഒബ്സർവ്സ് എ കാർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 degree which is approaching the foot of the tower. Approaching the tower with the uniform speed. 6 seconds later. എപ്പോഴാ? 6 സെക്കൻഡ്സിന് ശേഷം ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി മാറി? ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതായത് താഴോട്ടല്ലേ നോക്കുന്നത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ is found to be 60 degree. Find the time taken by the car to reach the foot of the tower from this point. അതായത് യൂണിഫോം സ്പീഡ് അറിയാമെങ്കിൽ അതിനനുസരിച്ച് കാറിന്റെ സ്പീഡ് നമുക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം? CD എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ടൈം ടേക്കൻ അറിയാൻ പറ്റും. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അല്ലേ? ഓർമ്മയുണ്ടോ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സോ സ്പീഡ് ഇൻറ്റു ടൈം വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ്. Clear? Speed into time will be equal to distance and time will be equal to distance by speed. ഈ 3 കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ അറിഞ്ഞിരിക്കണം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഇൻറ്റു ടൈം വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ആൻഡ് ടൈം വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരിക എന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കാരണം 60 ഡിഗ്രിയുടെ തന്നെ പകുതിയല്ലേ 30 ഡിഗ്രി വരിക. അപ്പോൾ BC എത്രയാണോ അത് തന്നെ ആയിരിക്കും ACയും വരിക. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടതില്ല, പകരം എന്താണ് വേണ്ടത്? ഡിസ്റ്റൻസ്, CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അറിയണം. അത് ബേസ് ചെയ്തിട്ട് യൂണിഫോം സ്പീഡ് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ നമുക്കപ്പോ ഇതിന്റെ സ്പീഡും ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈം കണ്ടുപിടിക്കാം. നമുക്ക് ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്, ടൈം ടേക്കൺ ടു റീച്ച് ദ കാർ ടു ദ ടവർ. അപ്പൊ ടവറിന്റെ ഹൈറ്റ് നമുക്ക് h എന്ന് കൊടുക്കാം. അതവിടെ എന്തോട്ടെ, നമുക്ക് ആദ്യം ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ ട്രയാങ്കിളില് tan 30 എത്ര? tan 30 will be equal to opposite side AD by adjacent side BD. എങ്ങനെയാ? tan 30 will be equal to opposite side AD by BD. tan 30യുടെ വാല്യൂ എത്രയാ? 1/√3 ആണ്. will be equal to AD by BD. ഓക്കെ, ഇനിയോ ഞാൻ ഇപ്പുറത്തെ ട്രയാങ്കിൾ എടുക്കുന്നു. ഇൻ ട്രയാങ്കിൾ ACD അവിടെ ഞാൻ tan 60 എടുക്കുന്നു. tan 60 will be equal to opposite side AD ആണ് by adjacent side CD ആണ്. adjacent side CD ആണ്. So tan 60യുടെ വാല്യൂ എത്രയാ? √3 ആണ്. √3 equal to AD by CD. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പോയിന്റിലോട്ട് എത്താം. അതായത് രണ്ടിനെയും കോമൺ സൈഡ് ഏതാ? ഈ രണ്ട് ട്രയാങ്കിളിനെയും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ 2 ട്രയാങ്കിൾസ് വീതം വരികയാണെങ്കിൽ അതിനെപ്പോഴും ഒരു കോമൺ സൈഡ് ഉണ്ടാവും. ACD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ABD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും കോമൺ സൈഡ് എന്ന് പറയുന്നത് AD ആണ്. ഓക്കെ, ആ ADനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ AD ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് CD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? BDയിൽ നിന്ന് BC മൈനസ് ചെയ്താൽ CD കിട്ടും. ഓക്കെ, ഇതൊരു യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ യൂണിഫോം സ്പീഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം. ടൈം ടേക്കൻ എത്രയാ? 6 സെക്കൻഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. 6 സെക്കൻഡ് കൊണ്ടാണ് BC ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ BC ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം 6 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് BC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ഇൻറ്റു ദാറ്റ് പെർട്ടിക്കുലർ സ്പീഡ്. സ്പീഡ് എത്രയാണെന്ന് അറിയില്ല, അതിന് നമുക്ക് x എന്ന് കൊടുക്കാം. സോ 6x ആയിരിക്കും എന്ത് വരിക? BC ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെയല്ലേ CD ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് CD കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. CD കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടൈം ടേക്കൻ എത്രയാണെന്ന് അറിയാൻ പറ്റും. എത്ര സെക്കൻഡ് കൊണ്ട് സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തി എന്നറിയാൻ പറ്റും. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ
ഈ ബി ഡിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം, സി ഡിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ബി ഡി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാവും ബി ഡി ബൈ റൂട്ട് 3 ഈക്വൽ ടു എ ഡി എന്ന് വരും. സി ഡി റൂട്ട് 3 ഈക്വൽ ടു എ ഡി എന്ന് വരും. എങ്ങനെ? ബി ഡി ഡിവൈഡഡ് ബൈ റൂട്ട് 3യും സി ഡി ഇൻറ്റു റൂട്ട് 3യും രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് തന്നെയാ? എ ഡി തന്നെ അല്ലേ? രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എ ഡി ആണ്. ഞാൻ അതാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു രണ്ട് ട്രയാങ്കിൾ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഒരു കോമൺ സൈഡ് ഉണ്ടാവും. ആ കോമൺ സൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ പ്രോബ്ലം മുന്നോട്ട് നീങ്ങുക. ഇവിടെ കോമൺ സൈഡ് ആയിട്ട് വന്നത് എ ഡി ആണ് അല്ലെ? അപ്പൊ എ ഡിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ബി ഡി ബൈ റൂട്ട് 3യും സി ഡി റൂട്ട് 3യും എന്താണ്? ഒരേ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ബി ഡി ബൈ റൂട്ട് 3 ഈക്വൽ ടു സി ഡി ഇൻറ്റു റൂട്ട് 3 എന്ന് കൊടുക്കാം. ഇനി ആ റൂട്ട് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ എന്താ വരിക? ബി ഡി വിൽ ബി ഈക്വൽ ടു സി ഡി റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. ബി ഡി വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു സി ഡി എന്നാവും. ഇനി ആ ഫിഗർ ഒന്നുകൂടെ നോക്കിക്കേ. ഈ ബി ഡി എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാ? ബി സിയും സി ഡിയും കൂടെ ചേരുന്നതല്ലേ? അപ്പൊ ബി ഡിക്ക് പകരം ഞാൻ കൊടുക്കുന്നു ബി സി പ്ലസ് സി ഡി. ബി ഡിക്ക് പകരം ഞാൻ കൊടുക്കുന്നത് എന്താണ്? ബി സി പ്ലസ് സി ഡി എന്ന് കൊടുക്കുന്നു. ബി സി പ്ലസ് സി ഡി ഈക്വൽ ടു 3 സി ഡി. ഞാൻ ഈ സി ഡിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ ബി സി എത്ര വരും? ബി സി വിൽ ബി ഈക്വൽ ടു 3 സി ഡി മൈനസ് സി ഡി. സോ ബി സി വിൽ ബി ഈക്വൽ ടു 2 സി ഡി. ഓക്കെ, 2 സി ഡി. ബി സി എന്ന് പറയുന്നത് സി ഡിയുടെ ഡബിൾ ആണ്. അപ്പോ യൂണിഫോം സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. ബി സി ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എത്രയാ? 6 സെക്കൻഡ് ആണ് അല്ലെ? 6 സെക്കൻഡ് ആണ്. 6 സെക്കൻഡ് കൊണ്ട് ബി സി ട്രാവൽ ചെയ്യാൻ എടുത്തു. ശ്രദ്ധിച്ചോണേ, ബി സി എന്ന് പറയുന്നത് സി ഡിയുടെ പകുതിയാണ്, അല്ല സോറി സി ഡിയുടെ ഡബിൾ ആണ്. അപ്പോ സി ഡി എത്രയായിരിക്കും? സി ഡി എന്ന് പറയുന്നത് ബി സിയുടെ പകുതി അല്ലേ? ബി സി ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് എടുത്തെങ്കിൽ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ സി ഡി, ടൈം ടേക്കൺ വിൽ ബി, ബി സി ട്രാവൽ ചെയ്യാൻ എത്ര സെക്കൻഡ് എടുത്ത്? 6 സെക്കൻഡ് എടുത്ത്. 6ന്റെ പകുതി എടുക്കും, എത്രയാ? 3 സെക്കൻഡ്. 35 എന്നൊന്ന് വായിച്ചേക്കല്ലേ? 3 സെക്കൻഡ്. കോൺസെപ്റ്റ് സിമ്പിൾ ആണ്, കാരണം ഇത് എന്താണ്? യൂണിഫോം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ്, സി ഡിയുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ വരിക? ബി സി എത്രയാണോ സി ഡി എത്ര, ബി സി എത്രയാണോ അതിന്റെ പകുതിയാണ്. അപ്പോൾ ബി സി ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് എടുത്തെങ്കിൽ ബി സിയുടെ പകുതി ട്രാവൽ ചെയ്യാൻ ആകെ 3 സെക്കൻഡല്ലേ എടുക്കുള്ളൂ. ബി സിയുടെ പകുതിയാണ് സി ഡി വരിക. എങ്ങനെയാ ബി സിയുടെ പകുതി സി ഡി ആയത്? ബി സി വിൽ ബി ഈക്വൽ ടു 2 സി ഡി നീട്ടി. എങ്ങനെയാ ബി സി ഈക്വൽ ടു 2 സി ഡി നീട്ടിയേ? ഈ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എ ഡി വന്നില്ലേ? അപ്പോൾ ബി ഡി ബൈ റൂട്ട് 3യും സി ഡി റൂട്ട് 3യും ഒരേപോലെ വന്നു. ബി ഡി ബൈ റൂട്ട് 3 ഈക്വൽ ടു സി ഡി റൂട്ട് 3. ഇതിൽ റൂട്ട് 3 റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴോ സി ഡി ഇൻറ്റു 3 എന്ന് വന്നു. ദാറ്റ് ഈസ് 3 സി ഡി. ഇനി ബി ഡി എന്ന് പറയുന്നതാ ബി സിയും സി ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ആ ഫിഗർ നോക്കിയാൽ മതി. ബി സിയും സി ഡിയും കൂടെ ആഡ് ചെയ്യുക. അതിൽ സി ഡി റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാലോ 3 സി ഡിയിൽ നിന്ന് 1 സി ഡി മൈനസ് ചെയ്ത് ഇപ്പൊ മൊത്തം എത്ര സി ഡി ആയി? 2 സി ഡി ആയി. അതായത് ബി സി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി ഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ ഡബിൾ ആണ്. ഫോർ ആൻ എക്സാമ്പിൾ, ബി സി ട്രാവൽ ചെയ്യാനായിട്ട് എത്ര 10 കിലോമീറ്റർ എടുത്തെന്ന് വെച്ചോ. അപ്പൊ സി ഡി ട്രാവൽ ചെയ്യുന്നതിന്റെ ഡബിൾ ആണ് 10 കിലോമീറ്റർ. അപ്പൊ സി ഡി ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 5 കിലോമീറ്റർ ആയിരിക്കും. ബി സി ട്രാവൽ ചെയ്യാനായിട്ട് 100 മീറ്റർ ആണെങ്കിൽ സി ഡി ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് എത്രയേ ഉള്ളൂ? 50 മീറ്റർ ഉള്ളൂ. ബി സിയുടെ പകുതിയാണ് സി ഡി വരിക. ബി സി ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് എടുത്തെങ്കിൽ, 100 മീറ്റർ ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് എടുത്തെങ്കിൽ ബാക്കി സി ഡി ട്രാവൽ ചെയ്യാൻ എത്ര മതി? അതിന്റെ നേരെ പകുതി മതി. കാരണം എന്താ? യൂണിഫോം സ്പീഡിലാണ്.
ഒരേ ടൈം ഗ്യാപ്പിൽ ഒരേ സ്പീഡിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിനെയാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. ബി സിയുടെ പകുതിയാണ് സി ഡി. ബി സി ട്രാവൽ ചെയ്യാൻ 6 സെക്കൻഡ് എടുത്തെങ്കിൽ അതിന്റെ പകുതി സമയം മതി എന്ത് ട്രാവൽ ചെയ്യാനായിട്ട്, സി ഡി ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ബി സിയുടെ പകുതിയാണ് സി ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ടൈം ടേക്കൺ ബൈ ദ കാർ ടു റീച്ച് ഡി വിൽ ബി ഹാഫ് ഓഫ് ദ ടൈം ടേക്കൺ ബൈ ബി സി. ബി സി ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എത്രയാണോ അതിന്റെ പകുതി മതി. അതിന്റെ പകുതി മതി എന്ന് പറയുമ്പോൾ 6ന്റെ ഹാഫ് 3 സെക്കൻഡ്. സോ ദ ടൈം ടേക്കൺ വിൽ ബി 3 സെക്കൻഡ്. ഗോട്ട് ഇറ്റ്? കുറച്ച് കൺഫ്യൂസിങ് ആൾക്കും നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻഡ് as observed from the top of a 75-meter tall or 75-meter high lighthouse from the sea level, the angle of depression of two ships, രണ്ട് ships ഉണ്ട് ഇവിടെ, are 30 degree and 45 degree. Okay, if one ship is exactly behind the other on the same side of the lighthouse, find the distance between the two ships. ഇവിടെ രണ്ട് ഷിപ്പുകളുണ്ട്, ഷിപ്പ് 1 ആൻഡ് ഷിപ്പ് 2. രണ്ട് ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് 75 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആണ്. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? സി ഡി കണ്ടുപിടിക്കണം. ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ആണ്. ബി ഡി കണ്ടുപിടിക്കുക, ബി സി കണ്ടുപിടിക്കുക, ബി ഡിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്താൽ സി ഡി കിട്ടും. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ, എന്നോടൊപ്പം ചെയ്തു പോകാൻ പറ്റുമോ നോക്കിക്കേ. എന്താണ്? ആദ്യം നമുക്ക് എ ബി സി കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ ഓഫ് ഡിപ്രഷൻ 45 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ ഓഫ് എലവേഷൻ എത്ര തന്നെ ആയിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് tan 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. അതിന്റെ സി എന്ന് പറയുന്ന പോയിന്റിൽ ഷിപ്പ് ഉണ്ട്, ഫസ്റ്റ് ഷിപ്പ് അവിടെ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എ ബി ബൈ ബി സി. എ ബി എന്ന് പറയുന്ന ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് എത്രയാ? ഇറ്റ് ഈസ് 75. tan 45ന്റെ വാല്യൂ എത്രയാ? 1 ഈക്വൽ ടു 75 ഡിവൈഡഡ് ബൈ ബി സി. ഓക്കെ, 75 ഡിവൈഡഡ് ബൈ ബി സി. അതിൽ നിന്ന് നമുക്ക് ബി സി ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ബി സി വിൽ ബി ഈക്വൽ ടു 75 മീറ്റർ. അപ്പോ ബി സി എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള ആദ്യത്തെ ഷിപ്പിന്റെ അകലം എത്രയാണ്? ആദ്യത്തെ ഷിപ്പും ഈ ലൈറ്റ് ഹൗസും തമ്മിലുള്ള അകലം എത്രയാണ്? 75 മീറ്റർ ആണ്. 75 മീറ്റർ ആണ്. കിട്ടിയല്ലോ. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് അറിയണം, ആംഗിൾ ഓഫ് എലവേഷൻ അറിയണം, അല്ല ആംഗിൾ ഓഫ് ഡിപ്രഷൻ അറിയണം. ആംഗിൾ ഓഫ് ഡിപ്രഷനും ഈ ഷിപ്പിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലവേഷനും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആണ്. ഏതാ? ഈ കാണുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളും എത്ര തന്നെയാ? 45 ഡിഗ്രി തന്നെയാണ്. അതിൽ നിന്ന് ഇത് 75ഉം ഇത് നമുക്ക് 75 എന്ന് കിട്ടി. ഓക്കെ, 75 ഇവിടെ നമുക്ക് 75 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബി ഡി എത്രയാണെന്ന് അറിയണം. നമുക്ക് ഇവിടുത്തെ പോയിന്റ് നമുക്ക് എക്സ് എന്ന് വല്ലതും കൊടുക്കാം. അപ്പൊ ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. ഒരുപാടൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? tan 30 ഡിഗ്രി. tan 30 ഡിഗ്രി എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. എ ബി ബൈ അഡ്ജസന്റ് സൈഡ് ബി ഡി ആണ്. ബി ഡി എടുത്തു. ഓക്കെ, ഏതാ? ബി മുതൽ ഡി വരെ രണ്ടാമത്തെ ഷിപ്പ് വരെയുള്ള അകലമാണ്. tan 30യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ്. എ ബിയുടെ വാല്യൂ 75 ആണ്. ഡിവൈഡഡ് ബൈ ബി ഡി. ഓക്കെ, ഇനി ബി ഡി നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. √3 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ബി ഡി വിൽ ബി ഈക്വൽ ടു 75√3. ഓക്കെ, 75√3. ഇനി ബി ഡി എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാ? എക്സും ഈ 75 കൂടെ കൂട്ടുന്നതല്ലേ? നമുക്ക് എക്സ് പ്ലസ് 75 എന്ന് കൊടുക്കാം, ഈക്വൽ ടു 75√3. ഈ 75ന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ പോരെ നമുക്ക് എക്സ് കിട്ടാൻ. എക്സ് എന്ന് പറയുന്നത് എന്താ? ഈ രണ്ട് ഷിപ്പ് തമ്മിലുള്ള അകലം. അപ്പൊ രണ്ട് ഷിപ്പ് തമ്മിലുള്ള അകലം എക്സ് വിൽ ബി ഈക്വൽ ടു 75√3. എന്താണ്? 75√3 മൈനസ് 75 എന്താ വരിക? നമുക്ക് എന്ത് ചെയ്യാം? 75 അങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം.
അപ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു 75 ഇൻറ്റു √3 മൈനസ് 1. എത്രയാ? 75 ഇൻറ്റു √3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1.732 മൈനസ് 1 എന്ത് വരും? 75 ഇൻറ്റു 0.732. 1.732 നിന്ന് 1 മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന എത്രയാ? 0.732. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എത്രയാന്ന് കിട്ടും? ഈ എക്സ് എന്ന് പറയുന്നതല്ലേ ഈ രണ്ട് ഷിപ്പ് തമ്മിലുള്ള അകലം. അതിനെന്ത് ചെയ്യണം? 75നെ 0.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ എത്ര കിട്ടും? പറഞ്ഞ വേഗം നോക്കിക്കേ. എത്ര കിട്ടിയേ? 54.9. 54.9. അത് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് 55 മീറ്റർ അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് 55 മീറ്റർ. എന്ത് തമ്മിലുള്ള അകലമാണ്? എന്ത് തമ്മിലുള്ള ഡിസ്റ്റൻസാ? ആദ്യത്തെ ഷിപ്പും രണ്ടാമത്തെ ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വന്നു? 55 മീറ്റർ അപ്രോക്സിമേറ്റ് കൊടുത്തു. അല്ലെങ്കിൽ 54.9 മീറ്ററിൽ നിർത്തിയാലും ആൻസർ ഫുള്ളായി. എന്താ ചെയ്തേ? ആദ്യം ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. അതിൽ BC കിട്ടി. ഇത് 75 ആണ്, ഇവിടെയും 75 ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്തു? ABD എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ എടുത്തു. ഈ രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ ഫാക്ടർ ആരാണ്? പ്രധാന കഥാപാത്രം ആരാ? ലൈറ്റ് ഹൗസ് ആണ്. കാരണം ലൈറ്റ് ഹൗസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? രണ്ട് ഷിപ്പിനെയും കാണുന്നത് അല്ലേ? ലൈറ്റ് ഹൗസിൽ നിന്നാണ് രണ്ട് ഷിപ്പിനെയും കാണുന്നത്. അപ്പൊ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത് AB എന്ന് പറയുന്ന സൈഡാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നതെല്ലാം. ഓക്കെ, അപ്പൊ ഇവിടെ AB എന്ന് പറയുന്നത് 75. ആ 75നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മൊത്തം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം 75ന്റെ പ്രസൻസ് ഉണ്ട്. സോ ഇവിടെ tan 45 എടുത്തു, ഇവിടെ tan 30 എടുത്തു. tan 30 എടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് എന്താ? BD ഈക്വൽ ടു 75√3. BD ഈക്വൽ ടു 75√3. BD എന്ന് പറയുന്നത് എന്താ? ലൈറ്റ് ഹൗസും രണ്ടാമത്തെ ഷിപ്പും തമ്മിലുള്ള അകലമാണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പോ BD എന്ന് പറയുന്നത് ആദ്യത്തെ ഷിപ്പ്, BD എന്ന് പറയുന്നത് എന്താണ്? ആ ലൈറ്റ് ഹൗസും രണ്ടാമത്തെ ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ? 75 എന്ന് പറയുന്നതാ ലൈറ്റ് ഹൗസും ഒന്നാമത്തെ ഷിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഒന്നാമത്തെ ഷിപ്പിന്റെ പുറകിലായിട്ടാണ് ആര് കാണുന്നത്? സെക്കൻഡ് ഷിപ്പ് കാണുന്നത്. അപ്പോ ഈ 75ഉം ഈ എക്സും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് BD ആയി. ഏതൊക്കെ? ലൈറ്റ് ഹൗസിൽ നിന്ന് സെക്കൻഡ് ഷിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആയി. അത് എത്രയാ? 75√3 ആണ്. അപ്പോ എക്സ് പ്ലസ് 75 ഈക്വൽ ടു 75√3 എന്ന് കൊടുക്കാം. ഏതൊക്കെയാ? ഈ രണ്ട് ഷിപ്പ് തമ്മിലുള്ള അകലവും ആദ്യത്തെ ഷിപ്പും ലൈറ്റ് ഹൗസും തമ്മിലുള്ള അകലം നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായി? 75√3 ആയി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടി? ഈ രണ്ട് ഷിപ്പ് തമ്മിലുള്ള അകലം കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ 75√3 മൈനസ് 75, കോമൺ ആയിട്ട് 75നെ പുറത്തെടുത്തു. കോമൺ ആയിട്ട് 75നെ പുറത്തെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ആയിട്ട് 75നെ പുറത്തെടുത്തപ്പോൾ എന്ത് കിട്ടി? √3 മൈനസ് 1. √3യുടെ വാല്യൂ എത്രയാ? 1.732. 1.732ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയാ? 0.732. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ 54.9 മീറ്ററിനായി. ഈ 54.9 എന്നുള്ള റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് 55 മീറ്റർ അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് കൊടുക്കാം. അതായത് ഈ രണ്ട് ഷിപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 55 മീറ്റർ ആണെന്ന് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ from 2 points at a distance of 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. എന്താണ് കോംപ്ലിമെന്ററി? കോംപ്ലിമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 6 meter. Okay, the angle of elevation of top of a tower from 2 points at a distance 4 meter and 9 meter from the base of the tower and in the same straight line with it are complementary. Okay, നമുക്കൊരു ടവർ ഉണ്ട്. ടവറിന്റെ ഫൂട്ടിൽ നിന്ന് എത്രയാ? 4 മീറ്ററും 9 മീറ്ററും അകലെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ സപ്ലിമെന്ററി അല്ല, കോംപ്ലിമെന്ററി ആണെന്ന് പറയുന്നുണ്ട്. ഈ കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. അതായത് ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. ഫോർ ആൻ എക്സാമ്പിൾ,
ഇവിടുത്തെ ആംഗിള് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ വൈ ആണെങ്കിൽ ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ വൈ നമുക്ക് എന്ത് കൊടുക്കാം? 90 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. അതായത് ആദ്യത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 90 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ആംഗിൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 90 മൈനസ് എക്സ് ആയിരിക്കും. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആംഗിൾ തീറ്റ ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ആദ്യത്തെ ആംഗിൾ തീറ്റ എന്നാണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 90 മൈനസ് തീറ്റ എന്ന് കൊടുക്കാം. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, ആദ്യത്തെ പോയിന്റ് നമ്മൾ അകലം 4 മീറ്റർ ആണെന്നും രണ്ടാമത്തെ പോയിന്റ് നമ്മൾ അകലം 9 മീറ്റർ ആണെന്നും മാത്രം അറിയാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ടാൻ വാല്യൂ എടുക്കാം. നമുക്ക് ആദ്യം ഏത് ട്രയാങ്കിൾ എടുക്കാം? ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ ബി സി ഡി ടാൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? സി ഡി, അത് ടവറിന്റെ ഹൈറ്റ് ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് പി സി. സോ ടാൻ തീറ്റ will be equal to CD by 4. CD by 4. ഇനിയോ ഇപ്പുറത്തെ ട്രയാങ്കിൾ നോക്കാം. ഇൻ ട്രയാങ്കിൾ ACD. ACD നോക്കിയാലോ? ടാൻ 90 മൈനസ് തീറ്റ. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 മൈനസ് തീറ്റ അല്ലേ? ടാൻ 90 മൈനസ് തീറ്റ വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് CD by adjacent side AC. അതായത് tan 90 minus theta will be equal to എന്താ? CD by AC എത്രയാ? 5 plus 4 9. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഈ CD എന്ന് പറയുന്ന ടവറിന്റെ ഹൈറ്റ് എത്ര മീറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം? 6 മീറ്റർ ആണ്, 6 മീറ്റർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഇവിടെ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചൊരു കാര്യമുണ്ട്. ട്രിഗ്നോമെട്രിയിൽ എന്താ പഠിച്ചേ? ട്രിഗ്നോമെട്രിയിൽ എന്താ പഠിച്ചേ? ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ എന്താ? കോട്ട് തീറ്റ. യെസ്, ടാൻ 90 മൈനസ് തീറ്റ നമുക്ക് കോട്ട് തീറ്റ എന്ന് കൊടുക്കാം. ഈ കോട്ട് തീറ്റ ആണ് എന്ത് വരിക? CD by 9 എന്ന് വരിക. ഓക്കെ, കോട്ട് തീറ്റ ആണ് CD by 9 എന്ന് വരിക. ഈ കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്തിന്റെ റെസിപ്രോക്കലാ? ടാനിന്റെ റെസിപ്രോക്കലാ. അപ്പൊ നമുക്ക് 1 by tan തീറ്റ എന്ന് കൊടുക്കാലോ. 1 by tan തീറ്റ ആണ് എന്ത്? CD by 9. നമുക്കിവിടെ tan തീറ്റ ഉണ്ട്, CD by 4 ആണ്. ഇവിടെ 1 by tan തീറ്റ ഉണ്ട്, CD by 9 ആണ്. ഇതിൽ നിന്ന് നമുക്ക് tan തീറ്റ കൊണ്ടുവരാൻ പറ്റില്ലേ? റെസിപ്രോക്കൽ എടുത്താൽ പോരെ? tan തീറ്റ വിൽ ബി ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ CD by 9 റെസിപ്രോക്കൽ എന്ത് വരും? 9 by CD. Okay, so tan theta equal to 9 by CD. ഇവിടെ tan theta എന്താ? CD by 4. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെടുക്കാം? CD by 4ഉം 9 by CD-യും ഒരേ കാര്യം തന്നെ പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? tan theta നെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ tan theta CD by 4 ആണ്, ഇവിടെ tan theta 9 by CD ആണ്. ഈ CD എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടവറിന്റെ ഹൈറ്റ്. ഓക്കെ, നമുക്ക് ഇതങ്ങോട്ട് ക്രോസ് ചെയ്താലോ? CD ഇൻറ്റു CD, CD സ്ക്വയർ ഈക്വൽ ടു 9 ഇൻറ്റു 4. 9 4s are 36. സോ CD സ്ക്വയർ ഈക്വൽ ടു 36. CD എത്ര വരിക? റൂട്ട് ഓഫ് 36 എത്രയാ? 6 മീറ്റർ. അല്ലായിരുന്നാ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? ഓക്കെ, എന്താ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? CD എന്ന് പറയുന്ന ടവർ ആണ്, ടവറിന്റെ ഹൈറ്റ് 6 മീറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? CD ടവറിന്റെ ഹൈറ്റ് എത്ര കിട്ടി? 6 മീറ്റർ കിട്ടി. എന്താ നമ്മൾ ചെയ്തേ? ഇവിടെ രണ്ട് ആംഗിളിന്റെയും ടാൻ വാല്യൂ എടുത്തു. ടാൻ വാല്യൂ എടുത്തപ്പോൾ ഒരെണ്ണത്തിന് നോക്കുമ്പോൾ എന്താ? 90 മൈനസ് തീറ്റ ആണ്. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ ആണ്. കോട്ട് തീറ്റയുടെ റെസിപ്രോക്കൽ ടാൻ തീറ്റ എടുത്തു. അപ്പൊ ടാൻ തീറ്റ ഇവിടെ റെസിപ്രോക്കൽ എടുത്തു. CD by 9 റെസിപ്രോക്കൽ എന്ത് വരും? 9 by CD ആയി. അപ്പൊ രണ്ട് കാര്യങ്ങൾക്കും ടാൻ തീറ്റ എന്ന് പറയുന്ന സംഗതി കിട്ടി.
ടാൻ തീറ്റ ഇവിടെ 9/CD ആണ്, ഇവിടെ ടാൻ തീറ്റ CD/9 ആണ്. ഇത് രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടാൻ തീറ്റ ആയതുകൊണ്ട് ഈ രണ്ട് ഫ്രാക്ഷനും ഈക്വൽ ആണെന്ന് എഴുതി. അതിൽ നിന്ന് CD² = 36ഉം CD-യുടെ വാല്യൂ 6 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ നമുക്കപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. A statue 1.6 meter tall stands on the top of a pedestal. From a point on the ground, the angle of elevation of the top of the statue is 60 degrees. And from the same point, the angle of elevation of the top of the pedestal is 45 degrees. Find the height of the pedestal. ഇവിടെ സ്റ്റാച്യൂന്റെ ഹൈറ്റോ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്ന, പകരം എന്താ തന്നിരിക്കുന്നത്? പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഈ കാണുന്നതിനാണ് നമ്മൾ പെഡസ്റ്റൽ എന്ന് പറയാം. അതായത് സ്റ്റാച്യു നിലനിൽക്കുന്നത് എവിടെയാണോ അതിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പെഡസ്റ്റൽ എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവമാണ്. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെയുള്ള ഒരു ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാച്യു, ഇതിപ്പോ നമ്മുടെ ടോട്ടൽ സ്റ്റാച്യുവിന്റെ ഹൈറ്റും പെഡസ്റ്റലിന്റെ ഹൈറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ലെറ്റ് AB be the statue, BC be the pedestal, and from a point on the ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്ന് എന്താണ് ഈ സ്റ്റാച്യുവിന്റെ ഹൈറ്റ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് 1.6 meter. ഓക്കെ, stands on the top of the pedestal from a point on the ground. The angle of elevation of the top of the statue. സ്റ്റാച്യുവിന്റെ മുകൾ ഭാഗം കാണുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? It is 60 degree. Okay, it is 60 degree. And the foot of the statue, നേരെ തിരിച്ചു ചോദിക്കാം. ഫൂട്ട് ഓഫ് ദ സ്റ്റാച്യു എന്ന് പറയാം, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി പെഡസ്റ്റൽ എന്ന് പറയാം. ഈ സ്റ്റാച്യുവിന്റെ ഫൂട്ടും പെഡസ്റ്റലിന്റെ ടോപ്പും സെയിം ഒരേ പോയിന്റ് തന്നെയാണ്. ഓക്കെ, സോ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സെയിം പോയിന്റിൽ നിന്ന് കാണുമ്പോഴത്തേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ ഇറ്റ് ഈസ് 45 degree. Got it? So here we know that this one will be perpendicular 90 degree. ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാണുന്ന സ്റ്റാച്യുവിന്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ പെഡസ്റ്റലിന്റെ മുകൾ ഭാഗവും കാണുന്നത്. ഓക്കെ, സോ a statue 1.6 meter tall. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ സിറ്റുവേഷനിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്തു പോകാൻ. ഓക്കെ, അപ്പൊ ഞാനാണ് ഈ സ്റ്റാച്യു കാണുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ സ്റ്റാച്യുവിന്റെ മുകൾ ഭാഗം കാണുന്നു. ഇറ്റ്സ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree. ആൻഡ് ദ പെഡസ്റ്റൽ, ടോപ്പ് ഓഫ് ദ പെഡസ്റ്റലിന്റെ ടോപ്പും കാണുന്നു. എന്താ? ആംഗിൾ ഓഫ് എലിവേഷൻ 45 degree. ഓക്കെ, ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ. ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ദി സ്റ്റാച്യു. നമ്മൾ ഈ സ്റ്റാച്യുവും ഈ കാണുന്ന ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ BC എന്ന് പറയുന്ന ഹൈറ്റ്, എന്തിന്റെ ഹൈറ്റ് ആണ്? പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, as we all know, this one is 90 degree. Let us consider the height of the pedestal as x. Okay, x ആയിട്ട് കൺസിഡർ ചെയ്യാം. We know that this one is 45 degree and this one obviously it will be also 45 degree. എന്തുകൊണ്ടാ 45 ഡിഗ്രി തന്നെ ആകുമെന്ന് പറയാൻ കാരണം? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. One of the angle is 45 degree. Sum of angles also will be 180 degree. So 45 plus 90 plus 45 will be equal to 180 degree. അല്ലെ? ഇവിടെ ഒരു 90 ഡിഗ്രി വന്നു. ബാക്കി രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി തന്നെ വരണ്ടേ? So if it is 45 degree, this one is also will be equal to 45 degree. അപ്പോ BPC എന്ന് പറയുന്ന ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആയി മാറി? ഐസോസിലസ് ട്രയാംഗിൾ ആയി മാറി. പ്രഥമദൃഷ്ട്യാ തോന്നില്ല, നമ്മൾ ജസ്റ്റ് വരച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഓരോ ഫിഗേഴ്സ് ആണ്. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാംഗിളിനെ നമുക്ക് എന്തെന്ന് പറയാം? ഐസോസിലസ് ട്രയാംഗിൾ പറയാം. ഓക്കെ, ഇനി ഈ ഐസോസിലസ് ട്രയാംഗിൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന സൈഡ് എക്സ് ആണെങ്കിൽ ഈ ബേസും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഈ കാണുന്ന സൈഡ് എക്സ് ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, and we are going to solve this problem with this particular value. Here we have to find the value of x. Got it? So നമുക്കിവിടെ നോക്കാം.
നമ്മളിപ്പോ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതിനെന്ത് ചെയ്തു? എ ബി എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ദി സ്റ്റാച്യു, ബി സി ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ, ആൻഡ് പി സി വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റാച്യു. ആ സ്റ്റാച്യുവും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പി സി എന്ന് പറയുന്നത്. സോ വി നെയിംഡ് ഇറ്റ് ആസ് എക്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഹിയർ വി ആർ അബൌട്ട് ടു ചൂസ് ട്രയാങ്കിൾ എ പി സി. അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് എഴുതിയേക്കാം. ട്രയാങ്കിൾ ബി പി സി. ഓക്കെ, ബി പി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ബി സി ഈസ് കൺസിഡേർഡ് ആസ് എക്സ്, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ. If this particular angle is 45 degree, then PC will be also equal to x. Okay, because this particular triangle is isosceles. ഈ കാണുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഐസോസിലസ് ട്രയാങ്കിളിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡ് ഈക്വൽ ആണ്, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി നമുക്ക് നേരെ ആ വലിയ ട്രയാങ്കിളോട്ട് നോക്കാം. ട്രയാങ്കിൾ എ പി സി. ട്രയാങ്കിൾ എ പി സി നമുക്ക് എന്ത് ചെയ്യാം? tan 60 എടുക്കാം. tan 60 will be equal to opposite side AC divided by adjacent side PC. Okay, AC by PC. ഈ AC എന്ന് പറയുന്നതിന്റെ നോക്കിക്കേ, AC എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഈ സ്റ്റാച്യുവും ഉണ്ട്, പെഡസ്റ്റലും ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാച്യുവും ഉണ്ട്, പെഡസ്റ്റലും ഉണ്ട്. സ്റ്റാച്യുവിന്റെ ഹൈറ്റ് 1.6 ആണ്. പെഡസ്റ്റലിന്റെ ഹൈറ്റ് അറിയില്ല, അതിനെ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, എ സി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേരുന്നതാണ്? സ്റ്റാച്യു ആൻഡ് പെഡസ്റ്റൽ. സ്റ്റാച്യുവിന്റെ ഹൈറ്റ് 1.6 ആണ്, പെഡസ്റ്റലിന്റെ ഹൈറ്റ് അറിയില്ല, അതുകൊണ്ട് വി നെയിംഡ് ഇറ്റ് ആസ് എക്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ത് വരും? എക്സ് പ്ലസ് 1.6. എങ്ങനെയാണ്? എക്സ് പ്ലസ് 1.6. എക്സ് പ്ലസ് 1.6 എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേരുന്നതാണ്? പെഡസ്റ്റലും സ്റ്റാച്യുവും കൂടെ ചേരുന്നതാണ്. ഏതൊക്കെയാണ്? പെഡസ്റ്റലും സ്റ്റാച്യുവും കൂടെ ചേരുമ്പോൾ എക്സ് പ്ലസ് 1.6. എ സിയുടെ ഹൈറ്റ്, എ സിയുടെ ലെങ്ത് എന്താ വരിക? എക്സ് പ്ലസ് 1.6. പി സി എന്താണ്? എക്സ് തന്നെയാണ്. ഓക്കെ, സോ tan 60 ഈക്വൽ ടു എ സിയുടെ വാല്യൂ എക്സ് പ്ലസ് 1.6 ഡിവൈഡഡ് ബൈ പി സിയുടെ വാല്യൂ എക്സ്. ഇനി tan 60യുടെ വാല്യൂ എത്രയാ? യെസ്, tan 60യുടെ വാല്യൂ എത്രയാണ്? √3 ആണ്. സോ √3 ഈക്വൽ ടു എക്സ് പ്ലസ് 1.6 ഡിവൈഡഡ് ബൈ എക്സ്. ഇതിൽ നിന്ന് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്തറിയാനായിട്ട്? ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് അറിയാൻ വേണ്ടിട്ട് അല്ലെ? ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ്. ഇത് രണ്ടും 45 ഡിഗ്രി വന്നത് കൊണ്ടാണ് പി സിയുടെയും ലെങ്ത് എന്തായി മാറിയത്? എക്സ് ആയി മാറിയത്. ഓക്കെ, നൗ വി ടേംഡ് ഇറ്റ് ആസ് tan 60യുടെ വാല്യൂ കൊടുത്തു, ഇറ്റ് ഈസ് √3. സോ എക്സ് പ്ലസ് 1.6 ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു √3. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എക്സിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ എക്സ് ഇൻറ്റു √3, എക്സ് √3 ഈക്വൽ ടു എക്സ് പ്ലസ് 1.6. ഓക്കെ, എക്സ് √3 ഈക്വൽ ടു എക്സ് പ്ലസ് 1.6. ഇനി നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ആ എക്സിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ എക്സ് √3 മൈനസ് എക്സ് ഈക്വൽ ടു 1.6. എങ്ങനെയാ? എക്സ് √3 മൈനസ് എക്സ് ഈക്വൽ ടു 1.6. നമുക്ക് ആ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്താലോ? ഈ രണ്ട് ടേമിനും കോമൺ ആയിട്ട് എന്തുണ്ട്? എക്സ് ഉണ്ട്. ഈ രണ്ട് ടേമിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എക്സ് ആണ്. ആ എക്സിനെ നമുക്ക് പുറത്തെടുത്താൽ എന്താ ബാക്കി വരിക? ഹിയർ വി ഹാവ് √3 മൈനസ് 1 which is equal to 1.6. എങ്ങനെ? √3 മൈനസ് 1 which is equal to 1.6. ഇനിയോ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? 1.6 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 എന്ന് കൊടുക്കാം. ഒന്നെങ്കിൽ √3യുടെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് √3യുടെ വാല്യൂ എത്രയാ? 1.732. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യാം, 0.732 കിട്ടും. ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ വാല്യൂ വരും. ഈ ഡിനോമിനേറ്ററിൽ ഡെസിമൽ വാല്യൂ വന്നാൽ ഇരട്ടി പണിയാണ്. കാരണം ആ ഡെസിമൽ വാല്യൂവിനെ മാറ്റി ഒരു നോർമൽ വാല്യൂയിലോട്ട് ആക്കണം. ബെറ്റർ ഓപ്ഷൻ ഈ 9th നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടോ? റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുക. ഈ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കും. ഏതിന്റെ? ഡിനോമിനേറ്റർ ആയിട്ട് വന്ന √3 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എടുക്കും. ഈ √3 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എന്താണ്? മക്കൾ പറഞ്ഞേ.
അതന്നെ √3 - 1ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് √3 + 1 ആണ്. സോ എക്സ് കണ്ടുപിടിക്കാൻ പോവാണേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ്. ചോദ്യം എന്തായിരുന്നു? പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിരുന്നു. സോ വി ആർ അബൌട്ട് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ ബൈ യൂസിംഗ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, സോ എക്സ് വിൽ ബി ഈക്വൽ ടു 1.6 ഡിവൈഡഡ് ബൈ √3 - 1 ഇൻറ്റു എന്താണ്? ഇതിന്റെ കോൺജുഗേറ്റ്. ഏതിന്റെ കോൺജുഗേറ്റ്? ഡിനോമിനേറ്റർ ആയിട്ട് വന്ന √3 - 1ന്റെ കോൺജുഗേറ്റ്. ഈ √3 - 1ന്റെ കോൺജുഗേറ്റ് എന്താ വരിക? √3 + 1. ഓക്കെ, സോ ഇറ്റ് ഈസ് √3 + 1. ഇവിടെയും എന്ത് ചെയ്യുന്നു? √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ സോൾവ് ചെയ്താലോ? എന്താ കിട്ടുക? എക്സ് വിൽ ബി ഈക്വൽ ടു 1.6 ഇൻറ്റു √3 + 1 ഡിവൈഡഡ് ബൈ ഇതെന്തായി? a + b × a - b അല്ലേ? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്നുള്ളതല്ല, നമ്മൾ ഓൾജിബ്രിക് ഐഡന്റിറ്റീസിൽ പഠിച്ച ഓർമ്മയുണ്ടോ? a + b × a - b is a² - b² അല്ലേ? അപ്പൊ ഇവിടെ √3 + 1 ഇൻറ്റു √3 - 1. അപ്പൊ എന്താ വരിക? √3² - 1². √3² എന്താണ്? 3 ആണ്. ഓക്കെ, √3യുടെ സ്ക്വയർ 3 ആണ്, 1² 1 തന്നെ. സോ √3² 3 - 1. 3 - 1. 3 - 1 എത്രയാ? It is 2. So x will be equal to 1.6 into √3 + 1 divided by 2. Okay, divided by 2. നമുക്ക് ആൻസറിലോട്ട് എത്താറായി. ആൻസറിലോട്ട് എത്തി വരുന്നു. നമുക്കിത് x കണ്ടുപിടിക്കാം. x will be equal to 1.6ന്റെ ഹാഫ് എടുക്കാലോ. 1.6ന്റെ ഹാഫ് എത്രയാ? 16ന്റെ ഹാഫ് എത്രയാ? 16ന്റെ പകുതി 8 ആണ്. അപ്പൊ 1.6ന്റെ ഹാഫ് എത്രയായിരിക്കും? യെസ്, എത്രയാ വരിക? 0.8. ഓക്കെ, എന്താ വരിക? 0.8. 0.8 ഇൻറ്റു √3 + 1. നമുക്കിനി √3യുടെ വാല്യൂ എന്നിട്ട് കൊടുത്ത് നോക്കിയാലോ. √3യുടെ വാല്യൂ 1.73. 0.8 ഇൻറ്റു 1.73 + 1. 1.73 + 1 എത്രയാ? 2.73. അപ്പോ 0.8 ഇൻറ്റു 2.73. 0.8 ഇൻറ്റു 2.73 എന്താ വരിക? 0.8 ഇൻറ്റു 2.73 എന്താ നോക്കിക്കേ? എന്താ വരിക? 0.8 into 2.73 എന്താ വരിക? ഇത് ചെയ്തേ, കിട്ടിയോ? 0.8 to 2.73 equal to 2.184. 2.184. നമ്മൾ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് 2 ഡെസിമൽ വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 2.18 മീറ്റർ. ഓക്കെ, അപ്പൊ പെഡസ്റ്റലിന്റെ ഹൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് 2.18 മീറ്റർ. സ്റ്റാച്യുവിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 1.6. ഓക്കെ, നമുക്ക് ചെയ്ത് ഒന്നുകൂടെ നോക്കിയാലോ. നമുക്ക് എന്താ ചെയ്ത് വന്നത്? ഇവിടെ നമുക്കൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു, ഒരു പെഡസ്റ്റൽ ഉണ്ടായിരുന്നു. സ്റ്റാച്യുവിന്റെ ഹൈറ്റ് 1.6 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെഡസ്റ്റലിന്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലൂ തന്നിരിക്കുന്നത് എന്താ? കുറച്ച് അകലെ മാറി നിന്നൊരു പോയിന്റിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാച്യുവിന്റെ മുകൾ ഭാഗം കാണുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയിലാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയിലാണ്. അതേ പോയിന്റിൽ നിന്ന് പെഡസ്റ്റലിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ ബോട്ടം ഓഫ് ദി സ്റ്റാച്യു. സ്റ്റാച്യുവിന്റെ താഴ്ഭാഗമാണ്. സ്റ്റാച്യുവിന്റെ ടോപ്പ് കണ്ടത് 60 ഡിഗ്രിയിലാണ്, സ്റ്റാച്യുവിന്റെ താഴ്ഭാഗം കാണുന്നത് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, അതർവൈസ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് പെഡസ്റ്റലിന്റെ മുകൾ ഭാഗം കാണുന്നത് 45 ഡിഗ്രിയിലാണ്. ഇവിടെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 45 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഒബ്വിയസ്ലി ദിസ് വൺ വിൽ ബി ഓൾസോ 45 ഡിഗ്രി ബിക്കോസ് ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വേണം. ആംഗിൾ സം പ്രോപ്പർട്ടി. ഓക്കെ,
ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 45 90 ബേസ് ചെയ്തിട്ട് ഇത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്, ഏതിന്റെ പെഡസ്റ്റലിന്റെ ഹൈറ്റ് ആണ് അറിയേണ്ടത്. ഈ പെഡസ്റ്റലിന്റെ ഹൈറ്റ് എക്സ് എന്ന് കൊടുത്തപ്പോൾ താഴ്ഭാഗം പി സി എന്തായി മാറി, എക്സ് ആയി മാറി, ബിക്കോസ് ദിസ് വൺ ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി അതിൽ നിന്ന് എ പി സി എടുത്തപ്പോൾ എന്താണ്, tan 60 എന്ന് പറയുന്നത് എന്താ, ഓപ്പോസിറ്റ് സൈഡ് എ സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് പി സി. എ സി നോക്കിയപ്പോഴത്തേക്ക് എ സി എന്ന് പറയുന്ന ഏതൊക്കെ ചേരുന്നതാ, ഈ സ്റ്റാച്യു പ്ലസ് പെഡസ്റ്റൽ ആണ്. സ്റ്റാച്യുവിന്റെ ഹൈറ്റ് 1.6 ആണ്, പെഡസ്റ്റലിന്റെ ഹൈറ്റ് എക്സ് ആണ്. സോ വി കൻ മേക്ക് ഇറ്റ് ആസ് എക്സ് പ്ലസ് 1.6, എക്സ് പ്ലസ് 1.6, പെഡസ്റ്റൽ പ്ലസ് സ്റ്റാച്യു, പെഡസ്റ്റൽ പ്ലസ് സ്റ്റാച്യു, എക്സ് പ്ലസ് 1.6. അതാണ് എന്ത് വരിക, എ സി വരിക. ഓക്കെ, ഇനി എ സി എക്സ് പ്ലസ് 1.6 വന്നു, ഡിവൈഡഡ് ബൈ പി സി എക്സ് ആയി മാറി. ഇനി tan 60യുടെ വാല്യൂ √3 ആണ്. സോ വി ആർ അബൌട്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫോർ ദാറ്റ് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എക്സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ എക്സ് √3 അല്ലെങ്കിൽ √3x എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1.6. വാല്യൂ എന്തിന്റെ കണ്ടുപിടിക്കേണ്ടത്, എക്സിന്റെ കണ്ടുപിടിക്കുന്നത്. സോ വി ആർ ഐസൊലേറ്റിംഗ് ദ വാല്യൂ എക്സ്. എക്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്തായി മാറുന്നു, ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന എക്സ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. സോ എക്സ് √3 മൈനസ് എക്സ് ഈക്വൽ ടു 1.6. ഓക്കെ, ഇനി ഈ രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുണ്ട്, എക്സ് ഉണ്ട്. ഈ എക്സിനെ നമുക്ക് പുറത്തെടുത്താലോ, ഈ എക്സിനെ നമുക്ക് പുറത്തെടുത്താൽ ബാക്കി വരുന്നത് എന്താ, √3 മൈനസ് 1 ആണ്. ഇവിടെ ഒരു ബുദ്ധി തോന്നാം, √3യുടെ വാല്യൂ ഇപ്പൊ നമുക്ക് അടിച്ചു കൊടുത്ത് ചെയ്തു പോകാമെന്ന് തോന്നും, പക്ഷെ അത് മണ്ടത്തരമാണ്. വേറൊന്നുമല്ല, ഡിനോമിനേറ്ററിൽ ഒരു 1.73 എന്ന് പറയുന്ന വാല്യൂ വരുന്ന ഡെസിമൽ വാല്യൂ ആണ്. നമ്മൾ അബദ്ധവശാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഡിവൈഡ് ചെയ്ത് പോകും. പകരം ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഈ ഡിനോമിനേറ്ററിലുള്ള ഡെസിമൽ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യണം. അത് നോർമൽ വാല്യൂയിലോട്ട് ആവണം, ഡെസിമൽ വാല്യൂ മാറണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിലും ബെറ്റർ ഓപ്ഷൻ എന്താണ്, √3 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. എന്താണത്, ദാറ്റ് ഈസ് റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്തു. ഇപ്പൊ ഈ √3 മൈനസ് 1 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. ഈ ഇറാഷണൽ നമ്പറിനെ എന്തിൽ ചെയ്യണം, റാഷണലൈസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ √3 മൈനസ് 1ന്റെ എന്താ പറയാ, കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, √3 മൈനസ് 1ന്റെ കോൺജുഗേറ്റ് ഇറ്റ് ഈസ് √3 പ്ലസ് 1. സോ √3 പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡിനോമിനേറ്ററിന് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറയുന്നത് ഐഡന്റിറ്റി കിട്ടി. സോ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്താണ്, a സ്ക്വയർ മൈനസ് b സ്ക്വയർ. സോ √3 പ്ലസ് 1 ഇൻറ്റു √3 മൈനസ് 1 ഇറ്റ് ഈസ് ടേംഡ് ആസ് 3 മൈനസ് 1. √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. √3യുടെ സ്ക്വയർ 3 ആണ്, 1 സ്ക്വയർ 1 തന്നെയാണ്. സോ 3 മൈനസ് 1, 3 മൈനസ് 1 എത്രയാ, 2. 1.6 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 1.6ന്റെ നേരെ ഹാഫ് എടുക്കാം. 1.6ന്റെ ഹാഫ് എത്രയാ, ഇറ്റ് ഈസ് 0.8. സോ 0.8 ഇൻറ്റു √3 പ്ലസ് 1. ഓക്കെ, 0.8 ഇൻറ്റു √3 പ്ലസ് 1. ഇനി √3യുടെ വാല്യൂ നമുക്ക് ഇപ്പൊ അങ്ങ് അപ്ലൈ ചെയ്താലോ. √3യുടെ വാല്യൂ എത്രയാ, 1.73. ഈ √3യുടെ വാല്യൂ 1.73 അപ്ലൈ ചെയ്യുമ്പോൾ 1.73 പ്ലസ് 1 ഇറ്റ് ഈസ് 2.73. 0.8 ഇൻറ്റു 2.73 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് 2.184. ഓക്കെ, ഈ 2.184 മീറ്റർ ഡെസിമൽ വാല്യൂ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന അപ് ടു 2 ഡെസിമൽസ് ആണ്. സോ വി ക്യാൻ ടേം ഇറ്റ് ആസ് 2.18 മീറ്റർ. എന്തിന്റെ ഹൈറ്റ് ആണ്, ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ. പെഡസ്റ്റലിന്റെ ഹൈറ്റ് 2.18 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ സ്റ്റാച്യു ഇറ്റ് ഈസ് 1.6 മീറ്റർ. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2 poles of equal heights. 2 പോൾ ഉണ്ട്. Here we can term it as AB and CD. 2 പോളും ഈക്വൽ ഹൈറ്റ് ആണ്. ABയുടെയും CDയുടെയും ഹൈറ്റ് സെയിം ആണ്. ഓക്കെ, സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ on either side of the road which is 80 meter wide. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ 2 പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, it is 80 meter. Okay, from the point between them on the road, the angles of elevation of the top of the poles are 60 degree and 30 degree respectively. Find the height of the poles and the distance of the point from the poles. Okay, ഇപ്പൊ നമുക്ക് 2 പോളുകളുണ്ട്.
ഈ രണ്ട് പോളിന്റെ ഇടയിലായിട്ട് നടുക്കെന്ന് പറയുന്നില്ല, ഒത്തു നടുക്കെന്ന് പറയുന്നില്ല. നടുക്കാണെങ്കിൽ എളുപ്പമായില്ലേ, 80യുടെ പകുതി എടുത്താൽ മതി. ഇത് നമ്മളെ ഡിസ്റ്റൻസ് ഇത് 40 ആണ്, ഇതും 40 ആണെന്ന് പറയാം. ബട്ട് ഇത് അങ്ങനല്ല. ഇത് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഏതൊരു പോയിന്റിൽ നിന്നാണ് കാണുന്നത് പറയുന്നില്ല. ഇതിനിടയിലുള്ള ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഈ രണ്ട് പോളിന്റെയും മുകൾ ഭാഗം കാണുന്നു. അങ്ങനെ കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻസ് ആണ് 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. അപ്പൊ ഞാൻ ഈ രണ്ട് പോളിനിടയിൽ ഞാൻ നിൽക്കുവാണ്. ഇങ്ങനെ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പോളിന്റെ മുകൾ ഭാഗം കാണുന്നു, അത് ആംഗിൾ 60 ഡിഗ്രിയാണ്. എന്നിട്ട് ഞാൻ നേരെ തിരിഞ്ഞിട്ട് ഇപ്പുറത്തെ പോളിന്റെ മുകൾ ഭാഗം കാണുന്നു, അത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്ന പോയിന്റും ഈ രണ്ട് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോകാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ ഒരുവിധം നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ ഒരുവിധം ഐഡിയ കിട്ടും. ഈ ഫിഗർ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. എ ബിയും സി ഡിയും രണ്ട് പോളുകളാണ്. ഈ രണ്ട് പോളിന്റെയും ഇടയിൽ വരുന്ന ഒരു പോയിന്റ് ആണ് O. ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ പോളിന്റെ മുകൾ ഭാഗം കാണുന്നത്, എ എന്ന് പറയുന്ന പോയിന്റും ഡി എന്ന് പറയുന്ന പോയിന്റും കാണുന്നത്. ഇനി ഈ രണ്ട് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് 80 മീറ്റർ. ഓക്കെ, നൗ ഇവർ തമ്മിലുള്ള ഇപ്പൊ ഈ പോയിന്റും എ ബി എന്ന് പറയുന്ന പോളും തമ്മിലുള്ള അകലം നമുക്ക് x എന്ന് കൊടുത്താൽ ഇത് എത്ര വരും? രണ്ടാമത്തെ പോളും ഈ പോയിന്റും തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ടോട്ടൽ 80 മീറ്റർ ആണ്. അതില് x മാറ്റി, അപ്പൊ ഇതെന്താ വരിക? ടോട്ടൽ 80 മീറ്ററിൽ നിന്ന് x മാറ്റി, 80ൽ നിന്ന് x മാറ്റുക എന്ന് പറയുമ്പോൾ x മാറ്റുക എന്ന് പറയുമ്പോൾ എന്താ? x മൈനസ് ചെയ്യുക. എത്രയിൽ നിന്ന്? 80ൽ നിന്ന് x മൈനസ് ചെയ്തു, 80 മൈനസ് x. ഓക്കെ, അപ്പൊ ഒ ബി എക്സ് ആണെങ്കിൽ ഒ സി എന്താ വരിക? 80 മൈനസ് എക്സ് ആ വരിക. ഇനി ഈ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതില് ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്. ഈ രണ്ട് പോളിന്റെയും ഹൈറ്റ് എന്താന്ന് പറയുന്നുണ്ട്? സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. സോ വി ക്യാൻ ടേം ഇറ്റ് ആസ് ദിസ് പെർട്ടിക്കുലർ ഹൈറ്റ് ആൻഡ് സി ഡി ആർ ഈക്വൽ. സോ ഗിവൻ തന്നിട്ടുള്ള കാര്യം എന്താണ് തന്നിട്ടുള്ളത്? ഹിയർ എ ബി ഈക്വൽ ടു സി ഡി, എ ബിയും സി ഡിയും ഈക്വൽ ആണ്. ബി സിയുടെ ലെങ്ത് 80 മീറ്റർ ആണ്. ലെങ്ത് അല്ല, ബി സി എന്ന് പറയുന്ന ഈ രണ്ട് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ പോയിന്റും എ ബി എന്ന് പറയുന്ന പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയണം. ആ എക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ 80ൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ ബാക്കി രണ്ടാമത്തെ പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എടുക്കാം. ഏതായിരുന്നു? എ ബി ഒ. ഇതില് ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 60 ഡിഗ്രി ആണ്. ഇതിന്റെ ഹൈറ്റ് എ ബി ആണ്, ഒ ബി എക്സ് ആണ്. ഓക്കെ, ജസ്റ്റ് റഫായിട്ട് താഴോട്ട് ഒരെണ്ണം കൊണ്ടുവന്നു മാത്രം. ഇനി ഇതില് നമുക്ക് tan 60 എടുക്കാം. tan 60 will be equal to h divided by opposite side divided by adjacent side x. h by x. tan 60 യുടെ വാല്യൂ √3 ആണ്. √3 equal to h by x. ഈ x ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എന്താവും? x √3 equal to height of the tower. അപ്പോ ആ പോളിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് കിട്ടി? x √3 എന്ന് കിട്ടി. ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ. ഹൈറ്റ് ഇത്രയാണെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. രണ്ടിന്റെയും ഹൈറ്റ് സെയിം ആണെന്ന് മാത്രം വന്നു. എ ബിയുടെയും സി ഡിയുടെയും ഹൈറ്റ് എന്താണ്? സെയിം ആണ്. അത് നമുക്ക് h എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നേരെ നമുക്ക് റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ നോക്കിയാലോ? റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ എന്തായിരുന്നു? ദാ ആംഗിൾ ഓഫ് എലിവേഷൻ ഇവിടെ 30 ഡിഗ്രി ആണ്. സി ഒ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ സി ഒ ഡി നമുക്ക് റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ വരച്ചു വെച്ചാൽ ഇവിടെ ഹിയർ വി ഹാവ് ദിസ് പെർട്ടിക്കുലർ ആംഗിൾ ഇസ് 30 ഡിഗ്രി, ഒ സി ഡി, ആൻഡ് ദിസ് സി ഡി ഇസ് ഓൾസോ സെയിം. കാരണം എ ബിയുടെയും സി ഡിയുടെയും ഹൈറ്റ് സെയിം ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒ സി എന്ന് പറയുന്നത് എന്തായി? 80 മൈനസ് എക്സ് ആയി.
ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് അവിടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ tan 30 will be equal to opposite side CD H by adjacent side 80 minus x. Okay, tan 30 യുടെ വാല്യൂ എത്രയാ? 1/√3. 1/√3 equal to h divided by 80 minus x. ഇനി ആ 80 minus x ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എന്താവും? 80 minus x divided by √3 equal to h. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, എന്താ ഇവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ h ആണ്, ഇവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് തന്നെയാ? h തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആണെന്ന് പറയാം. ഏതൊക്കെയാ? x√3യും 80 minus x divided by √3യും എന്താണ്? സെയിം ആണ്. അതായത് x√3 equal to 80 minus x divided by √3. Okay, x√3 equal to 80 minus x divided by √3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിക്കണ്ടേ? അതിനാദ്യം എന്ത് ചെയ്യാം? ഈ ഡിവൈഡഡ് ബൈ √3 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ x√3 into √3 equal to 80 minus x. √3 into √3 എന്താ? it is √3 square. √3 square എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ വേറെ നോക്കാം. √3 into √3 എന്ന് പറയുന്നത് √9 ആണ്. √9 എത്ര തന്നെയാ? 3 തന്നെയാണ്. സോ 3 into x നമുക്ക് 3x എന്ന് കൊടുക്കാം. 3x equal to 80 minus x. ഈ മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എന്താവും? ഇറ്റ് ഈസ് പ്ലസ് എക്സ്. അപ്പോൾ 3x plus x equal to 80. 3x plus x equal to 80. 3x plus x എത്രയാ? 4x ആണ്. 4x equal to 80. So x will be equal to 80 divided by 4. 80 divided by 4. That is equal to 20. Okay. അപ്പോൾ 20 മീറ്റർ ആണ് ആദ്യത്തെ ബിയും ഓയും തമ്മിലുള്ള ആദ്യത്തെ എ ബി എന്ന് പറയുന്ന പോളും ഞാൻ നിന്ന് കാണുന്ന പോയിന്റ് നമ്മളുടെ അകലം എത്രയാണ്? 20 മീറ്റർ ആണ്. രണ്ടാമത്തെ പോൾ നമ്മളുടെ അകലം എത്രയായിരിക്കും? 80 minus 20 അല്ലെ? 80 minus 20 which is equal to 60 മീറ്റർ. അപ്പൊ നമുക്ക് എഴുതാം ഒ ബി എന്ന് പറയുന്നത് 20 മീറ്റർ ആണ് ആൻഡ് ഒ സി വിൽ ബി ഈക്വൽ ടു 60 മീറ്റർ. തമ്മിലുള്ള ആഡ് ചെയ്യുമ്പോൾ എത്രയേ വരുള്ളൂ? 80 മീറ്ററേ വരുള്ളൂ. അപ്പൊ ഒന്നുകൂടെ നോക്കുക, ആ ഫിഗർ നല്ലപോലെ മനസ്സിലാക്കുക. ആ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? രണ്ട് പോളുകളുണ്ട്. ഈ രണ്ട് പോളുകളുടെയും ഇടയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് രണ്ട് പോളിന്റെയും മുകൾ ഭാഗം കാണുന്നു അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രിയും 30 ഡിഗ്രിയും. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ കാണുന്ന പോയിന്റും ആദ്യത്തെ പോളും സെക്കൻഡ് പോളും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ എടുത്തു. എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിളില് നമ്മൾ എന്തുകൊണ്ടുവന്നു? tan 60 എടുത്തു. കാരണം ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണ്. സോ tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് h ആണ്. ഡിസ്റ്റൻസ് അതായത് അഡ്ജസന്റ് സൈഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ദ പോൾ ദാറ്റ് ഈസ് x എന്ന് കൊടുത്തു. സോ h ബൈ എക്സ്, ഓപ്പോസിറ്റ് സൈഡ് ഹൈറ്റ് ആയിരുന്നു, h എന്ന് കൊടുത്തു. അഡ്ജസന്റ് സൈഡ് x എന്ന് കൊടുത്തു. സോ h ബൈ എക്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? √3x ഈക്വൽ ടു h എന്ന് കൊണ്ടുവന്നു. ഹൈറ്റിന്റെ ഒരു പെർട്ടിക്കുലർ എക്സ്പ്ലനേഷൻ എന്താ ഒരു റെഫറൻസ് കൊണ്ടുവന്നു. ഇറ്റ് ഈസ് x√3. ഇനി നേരെ റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ നോക്കി. എന്താണ്? COD എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുമ്പോൾ ആംഗിൾ സി ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 90 ഡിഗ്രി. നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. സോ tan 30 ഈക്വൽ ടു h ബൈ 80 മൈനസ് എക്സ്. ഈ 80 മൈനസ് എക്സ് എങ്ങനെയാ വന്നേ? ഈ രണ്ട് പോള് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് 80 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് x മീറ്റർ ആണെങ്കിൽ അടുത്ത പോയിന്റ് എന്തേ വരുള്ളൂ? ടോട്ടൽ 80ൽ നിന്ന് x മാറ്റുക. x മാറ്റുക എന്ന് പറയുമ്പോൾ 80 മൈനസ് എക്സ്. ഓക്കെ, എക്സ്ക്ലൂഡിംഗ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ x. ഇനി ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് x മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 80 മൈനസ് എക്സ്. സോ h ബൈ 80 മൈനസ് എക്സ്
ഇനി tan 30യുടെ വാല്യൂ എത്രയാ? 1/√3. സോ 1/√3 ഈക്വൽ ടു h ബൈ 80 മൈനസ് എക്സ്. ഈ 80 മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? 1 ഇൻറ്റു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 80 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3 ഈക്വൽ ടു എച്ച്. ഇനിയോ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ എച്ച് ആണ് കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്താന്ന് കൊടുക്കാം? ഈക്വൽ ആണെന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് x√3 ഈക്വൽ ടു 80 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3. ഓക്കെ, x√3 ഈക്വൽ ടു 80 മൈനസ് എക്സ് ഡിവൈഡ് ബൈ √3. ഇനിയോ ഈ √3 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? x√3 ഇൻറ്റു √3 ഈക്വൽ ടു 80 മൈനസ് എക്സ്. x√3 ഇൻറ്റു √3 ഇൻറ്റു √3 എന്താണ്? 3 ആണ്. സോ 3x ഈക്വൽ ടു 80 മൈനസ് എക്സ്. ഈ മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാലോ? പ്ലസ് എക്സ് ആവും. സോ 4x ഈക്വൽ ടു 80, x ഈക്വൽ ടു 20. എക്സ് എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ പോളും ഈ കാണുന്ന പോയിന്റും തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് 20. സോ ദ റിമൈനിങ് പാർട്ട് വിൽ ബി 80 മൈനസ് 20, ദാറ്റ് ഈസ് 60 മീറ്റർ. ഗോട്ട് ഇറ്റ്? മനസ്സിലായല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. This one is a previous year question. A man in the boat rowing away from a lighthouse. പോയിന്റിൽ നിന്ന് അകന്നു പോവുകയാണ്. ഓക്കെ, 100 meter high takes 2 minutes to change the angle of elevation of the top of the lighthouse from 60 degree to 30 degree. Find the speed of the boat in meters per minute. ഓക്കെ, നമുക്ക് 2 മിനിറ്റ് കൊണ്ടാണ് ഈ 60 ഡിഗ്രി എന്തായി മാറിയത്? 30 ഡിഗ്രി ആയി മാറിയത്. എങ്ങനെ? 60 ഡിഗ്രി 30 ഡിഗ്രി ആയി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ തന്നിരിക്കുന്ന ആംഗിളിന്റെ നേരെ പകുതിയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ കാണുന്ന ADC എന്ന് പറയുന്ന ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആയിരിക്കും? ഇറ്റ്സ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ബിക്കോസ് if it is 60 degree, this one will be 120 degree. 120 degree, ഇത് 30 degree, and this one will be also 30 degree. ഓക്കെ, അതായത് ഈ CD യും AC യും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെ? CD യും AC യും സെയിം ആയിരിക്കും. ഇനി ആ AC എത്രയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? CD എത്രയാണെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ നമുക്ക് എന്താ അറിയേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട്. സ്പീഡ് അറിയാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൻ, അല്ലേ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൻ. അതിൽ നമുക്ക് ടൈം ടേക്കൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2 minutes. ടൈം ടേക്കൻ എത്രയാണ്? 2 minutes ആണ്. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോട്ട്, ദാറ്റ് ഈസ് CD. C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്ര അകലമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിയർ വി ഹാവ് ടു ഫൈൻഡ്, വി കുഡ് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? Here we can find, here we could find the consider triangle ACB. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 60 ഡിഗ്രി, ഇത് നേരെ 30 ഡിഗ്രി വന്നപ്പോൾ ഇതെന്തായി? ഇത് 120 ഡിഗ്രി ആയി. 120, 30, 150 ആണ്. This one will be also 30 degree, which means CD and AC are equal. അപ്പോൾ AC എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി എന്തറിയാൻ? CD എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ AC എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത് വരിക? CD വരിക. സോ ഇൻ ട്രയാംഗിൾ ACB, ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എക്സും വൈയും ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ലോജിക്ക് കിട്ടിയാൽ മതി. ഓക്കെ, സോ ഇവിടെ CD എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത് വരിക? AC വരിക എന്ന് പറഞ്ഞു. ഇൻ ട്രയാംഗിൾ ACB, അപ്പോൾ നമുക്ക് AC കണ്ടുപിടിക്കണം. AC എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൽ നമ്മൾ എന്തെന്നാ പറയാ? ഇറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. പകരം 60 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 100. സോ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. അതിനേതാ ഉപയോഗിക്കുക? ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. എന്താ വരിക? ഓക്കെ, ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുക? ഇറ്റ് ഈസ് സൈൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ്.
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ് എന്ത് സൈൻ ഫംഗ്ഷൻ. സോ ഹിയർ വി ആർ കൺസിഡറിങ് സൈൻ 60. സൈൻ 60 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്, ഹൈപ്പോട്ടന്യൂസ് സൈഡ് എ സി ആണ്. സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? ഇതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സൈൻ 60യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ്. √3/2 ഈക്വൽ ടു എ ബിയുടെ വാല്യൂ 100 ആണ് ഡിവൈഡഡ് ബൈ എ സി. എ സി നമുക്ക് അറിയില്ല, അതങ്ങനെ തന്നെ ഇടന്നോട്ടെ. ഓക്കെ, എ സി അങ്ങനെ തന്നെ ഇടന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? എ സി കണ്ടുപിടിച്ചാൽ പോരെ സി ഡി കണ്ടുപിടിക്കാനുണ്ട്? ഞാൻ പറഞ്ഞില്ലേ എ സി നോക്കാം. അപ്പോ എ സി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. എ സി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ഈ ഫ്രാക്ഷൻ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലോട്ട് മാറുന്നു. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 100 ഉണ്ട്. 100 ഇൻറ്റു ഈ √3/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ റൈറ്റ് സൈഡിലോട്ട് മാറുമ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എഴുതണം അല്ലെ? √3/2ന്റെ റെസിപ്രോക്കൽ എന്താ? ഇറ്റ് ഈസ് 2/√3. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 100 ഇൻറ്റു 2/√3. ഓക്കെ, 2/√3. അപ്പോ നമുക്ക് എത്രയായി? എ സി ഈക്വൽ ടു 100 ഇൻറ്റു 2 200 ആണ്. 200 ഡിവൈഡഡ് ബൈ √3. 200 ഡിവൈഡഡ് ബൈ √3. ഇപ്പോഴും പ്രശ്നം എന്താ? ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പർ വന്നു എന്നുള്ളതാണ്. √3 എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. ഈ ഇറാഷണൽ നമ്പറിനെ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. √3 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറിനെ റാഷണലൈസ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, എന്താ ചെയ്യണ്ടേ? അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാ? √3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ എന്താ ചെയ്തേ? അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് ചെയ്തില്ല? കോൺജുഗേറ്റ് എടുത്തില്ല. പകരം √3 എന്താണോ അതേ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ എന്താ വരിക? 200 √3 ഡിവൈഡഡ് ബൈ 3. അപ്പോ എ സി എന്തായി? 200 √3 ഡിവൈഡഡ് ബൈ 3 എന്നായി. √3 ഇൻറ്റു √3 എന്താ? 3 ആണ്. 200 √3 ഡിവൈഡഡ് ബൈ 3 ആണ് എ സിയുടെ ലെങ്ത്. അപ്പോ എ സി എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത് വരിക? സി ഡിയും വരിക. ട്രയാങ്കിൾ എ സി ഡി. എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ ആവാൻ കാരണം? ഇത് 60 ഡിഗ്രിയുടെ നേരെ പകുതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് 60 ഡിഗ്രി ആയതുകൊണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലീനിയർ പെയർ അല്ലേ? അപ്പൊ ഇത് എത്ര വരണേ പറ്റൂ? 120 വന്നേ പറ്റൂ. അപ്പൊ ഇത് 120 പ്ലസ് 30 150 ആണ്. അപ്പൊ ഈ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 30 വരുള്ളൂ. കാരണം ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി ആണ്. എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ 30 ഡിഗ്രി എടുത്തത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? ഇത് രണ്ടും 30 ഡിഗ്രി ആയില്ലേ? അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇറ്റ്സ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനോടൊപ്പം രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അത് ഏതൊക്കെയാണ് ആ സൈഡ് വരിക? ദാറ്റ് ഈസ് സി ഡി ആൻഡ് എ സി. എ സി എത്രയാണോ അത് തന്നെ ആയിരിക്കും സി ഡി വരിക. ഇൻ ട്രയാങ്കിൾ എ സി ഡി നമുക്ക് എന്ത് കൊടുക്കാം? എ സി ഈക്വൽ ടു സി ഡി. അത് രണ്ടും എത്ര വരും? 200 √3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. എങ്ങനെ? 200 √3 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്ക് സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടിയില്ലേ? സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇറ്റ് ഈസ് 200 √3 divided by 3. Distance traveled by the boat it is 200 √3 divided by 3. ഇനി എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്തിയത്? ഇറ്റ് ഈസ് 2 minutes. ഓക്കെ, 2 മിനിറ്റ് കൊണ്ടാണ് 200 √3 divided by 3 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തിയത്. ഓക്കെ, ഇനി സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിലോ? സ്പീഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ? ഇറ്റ് ഈസ് 200 √3 എന്താണ്? 200 √3 ഡിവൈഡഡ് ബൈ 3 ഓൾ ഡിവൈഡഡ് ബൈ 2. 2 എന്താണ്? ടൈം ടേക്കൺ, 2 minutes. Distance traveled in minutes. So here we are going to find the speed of the boat. Speed equal to 200 √3 divided by നമുക്ക് എന്ത് ചെയ്യാം?
3 into 2 എന്ന് കൊടുക്കാം. എങ്ങനെ? 3 into 2. ന്യൂമറേറ്ററിൽ ഒരു ഫ്രാക്ഷൻ വന്നു, അതിന്റെ ഡിനോമിനേറ്റർ എന്തിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും? നേരെ 2 മൾട്ടിപ്ലൈ ചെയ്യും. ഒന്നുമില്ല, ഡിനോമിനേറ്റർ 2ന്റെ എന്താ റെസിപ്രോക്കലിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2ന്റെ റെസിപ്രോക്കൽ എന്താ? 1/2. സോ 203 divided by 3 into 1/2. ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 into 2. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ഉം 200ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം, 100 കൊണ്ടുവരാം. ഓക്കെ, 100 കൊണ്ടുവരാം. സോ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇസ് 100√3 divided by 3. 100√3 divided by 3. എന്ത് സ്പീഡ് ഓഫ് ദി ബോട്ട്? ഇറ്റ് ഈസ് 100√3 divided by 3. ഇനി 100√3 divided by 3. ഇനി നമുക്ക് എന്ത് ചെയ്യാം? √3യുടെ വാല്യൂ കൊടുക്കാൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് 1.732. നമുക്ക് √3യുടെ വാല്യൂ 100 into 1.732 divided by 3. ഓക്കെ, എങ്ങനെയാ വന്നേ? √3യുടെ വാല്യൂ കൊടുത്തു 1.732. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 173.2 divided by 3. നമുക്ക് ഓക്കെ, 173.2 divided by 3. ഇത് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 173.2 divided by 3 എന്താണോ അതായിരിക്കും അതിന്റെ സ്പീഡ് വരിക. മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, മീറ്റർ പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. സോ 173.2 divided by 3 എത്രയാ നോക്കിക്കേ വേഗം എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാ വന്നേ? അതൊരു റെക്കറിംഗ് നമ്പർ ആയിട്ടല്ലേ വരിക. 57.7333 അങ്ങനെ പോകും. അങ്ങനെ നമുക്ക് 57.7 മീറ്റർ പെർ മിനിറ്റ് എന്ന് കൊടുക്കാം. 57.7 meter per minute. Got it? അപ്പോ മനസ്സിലായില്ലേ എന്താ വന്നെന്നുള്ള? 57.7 മീറ്റർ പെർ മിനിറ്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോട്ട് മൂവ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ 2 മിനിറ്റ് എടുത്തു. നമുക്ക് സ്പീഡ് അറിയണമെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം ടേക്കൺ ഇറ്റ് ഈസ് 2 minutes. സോ വി ആർ കൺസിഡറിങ് ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി. ഈ 60 ഡിഗ്രി നേരെ 30 ഡിഗ്രി ആയപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ദാറ്റ് വുഡ് ബി ഐസോസെലസ് ട്രയാങ്കിൾ. ആൻഡ് ഐസോസെലസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. സോ വി വുഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ സി, ദാറ്റ് ഈസ് റൈറ്റ് സൈഡിലെ ട്രയാങ്കിളിലെ എ സിയുടെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് തന്നെ ആയിരിക്കും എന്ത് വരിക? സി ഡിയുടെ ലെങ്ത് വരിക. So in triangle ACD, AC and CD are equal, that is 200√3 divided by 3. From this particular point we would find the distance. C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? It is 200√3 divided by 3 ആണ്. ഇനി speed will be equal to distance by time taken. Distance traveled is 200√3 divided by 3 divided by 2. 2 എന്താണ്? Time taken. It is minutes, 2 minutes. ഇനി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് വന്നു? 100√3 divided by 3 എന്നായി. ഈ 100√3 വന്നപ്പോൾ √3യുടെ വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് 1.732. സോ 1.732 divided by 3. 100 into 1.732 എത്രയാ? 173. എന്ത് ചെയ്യുന്നു? 2 പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് മാറുന്നു. 173.2 divided by 3. ഓക്കെ, ഇനി 173.2 divided by 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെക്കറിംഗ് സീരീസ് ആണ്. ഇറ്റ് ഈസ് 57.73333 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ നോക്കുമ്പോൾ നമുക്ക് 2 വാല്യൂ, ഒന്നെങ്കിൽ 57.73 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 57.7 മീറ്റർ പെർ മിനിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഒരുവിധം എന്താണ് എന്നുള്ള ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇതിങ്ങനെ സോൾവ് ചെയ്യുന്ന രീതിയിലൊക്കെ മനസ്സിലായല്ലോ. The next one. Here, the angle of elevation and depression of the top of and bottom of a tower from the top of a building 60 meter high are 30 degree and 60 degree respectively. Find the difference between the heights of the building and the tower and the distance between them. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ഇപ്പോ ബി ഡി എന്ന് പറയുന്നതാണ് ബിൽഡിംഗ് എന്ന് വെച്ചു, എ ഇ ആണ് ടവർ.
ഇപ്പൊ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ടവറിന്റെ മുകൾ ഭാഗവും അതേ ടവറിന്റെ താഴ്ഭാഗവും കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹൈറ്റ്സ് ഓഫ് ദ ബിൽഡിംഗ്. ഈ രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള അകലം ആദ്യം കണ്ടുപിടിക്കണം. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഈ ബിൽഡിംഗിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 60 മീറ്റർ. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങും ഈ ടവറും തമ്മിലുള്ള അകലവും കണ്ടുപിടിക്കണം. ഓക്കെ, here we are about to find the height of the tower and the distance between the tower and the height and the building. Okay, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? BD, ഇവിടെ BD ആണ് എന്തായിട്ട് വരുന്നത്? ബിൽഡിംഗ് ആയിട്ട് വരുന്നത്. ബിൽഡിംഗ് നമുക്ക് AE എന്തായിട്ട് കൺസിഡർ ചെയ്യാം? AE is considered as tower. Okay, BD ആണ് ബിൽഡിംഗ്, AE ആണ് ടവർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Here we have to find the distance between these two, what to say, these two buildings, one building and the tower. ടവറും ബിൽഡിംഗ് നമ്മൾ അകലം കണ്ടുപിടിക്കണം. Here we can observe that BCED എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. അപ്പോ ഇത് 60 മീറ്റർ ആണെങ്കിൽ CE എത്ര തന്നെ ആയിരിക്കും? 60 മീറ്റർ തന്നെയല്ലേ? ഓക്കെ, ഞാൻ ഒരു പോയിന്റിൽ നിന്ന് പറഞ്ഞിരുന്നു, ഈ പോയിന്റിൽ നിന്നുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷനും ഇനി താഴെയുള്ള ആംഗിൾ ഓഫ് എലിവേഷനും സെയിം ആയിരിക്കും. അപ്പോ ഇഫ് ഇറ്റ് ഇസ് 60 ഡിഗ്രി, ദിസ് വൺ വിൽ ബി ഓൾസോ 60 ഡിഗ്രി. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഈ ടവറും തമ്മിലുള്ള അകലം എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ BDE. ഇൻ ട്രയാങ്കിൾ BDE, BDE എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ടവറിന്റെ താഴ്ഭാഗം കാണുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? 60 പറഞ്ഞിരിക്കുന്നത്. ആ 60 തന്നെ ആയിരിക്കും എന്ത് വരിക? ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷനും വരിക. സോ ദിസ് പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ആൻഡ് ദിസ് വൺ വിൽ ബി ഓൾസോ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ BDE എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് tan 60 എടുക്കാം. tan 60 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് BD, that is height of the building, that is 60 meter, and we could find the distance between the tower and the building. ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള അകലം നമുക്ക് കണ്ടുപിടിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടാൻ ഉപയോഗിച്ചത് കേട്ടോ. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇറ്റ് ഈസ് BD ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇറ്റ് ഈസ് DE. BD ഡിവൈഡഡ് ബൈ DE. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ടാൻ 60യുടെ വാല്യൂ എത്രയാ? ഇറ്റ് ഈസ് √3. √3 ഈക്വൽ ടു BDയുടെ വാല്യൂ 60 ആണ് ഡിവൈഡഡ് ബൈ DEയുടെ വാല്യൂ നമുക്ക് x എന്ന് കൊടുക്കാം. അറിയില്ല, x എന്ന് കൊടുക്കാം. DE is considered as x മീറ്റർ. അപ്പോ ഈ x മീറ്റർ അല്ലെങ്കിൽ ഈ DE എത്രയാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ഏറെക്കുറെ. നമുക്കതാ ഈ x ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ x √3 ഈക്വൽ ടു 60. x എന്തല്ലേ കണ്ടുപിടിക്കേണ്ടത്? സോ 60 ഡിവൈഡഡ് ബൈ √3. എന്താണ്? 60 ഡിവൈഡഡ് ബൈ √3. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പർ വന്നാൽ അതിനെ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അതിനെ റാഷണലൈസ് ചെയ്യാൻ ഇവിടെ √3 മാത്രമല്ലേ വന്നിട്ടുള്ളൂ. സോ വി ആർ അബൌട്ട് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ വിത്ത് √3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി 60 √3 ഡിവൈഡഡ് ബൈ 3. 60 √3 ഡിവൈഡഡ് ബൈ 3. അത് കട്ട് ചെയ്താൽ നമുക്ക് എന്താ വരിക? ഇറ്റ് ഈസ് 20 √3. എന്താണ് ഈ 20 √3? ഈ ടവറും ഈ ബിൽഡിങ്ങും തമ്മിലുള്ള അകലമാണ് എത്ര? 20 √3. ക്ലിയർ ആണ്? ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള അകലം 20 √3 ആണ്. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഓൾറെഡി ഇത് 60 ആണെന്ന് അറിയാം, കാരണം ഇത് റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? ഒരു റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് BD
it is 60 meter and this one also will be equal to 60 meter. Okay, ഇത് 60 ആണെങ്കിൽ ദാ ഇതും എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. ഇനിയോ ഈ ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദാ എ സിയും കൂടെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ സി ഡി, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എ സി ഡി അല്ല, സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ സി ബി. ഓക്കെ, ബി ഡി ഇ അല്ല. ഓക്കെ, എ സി ബി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ അബൌട്ട് ടു ഫൈൻഡ് tan 30. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും അല്ലെ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണ്ടേ? സോ ഇഫ് ഇറ്റ് ഈസ് എക്സ് മീറ്റർ, ദിസ് വൺ വിൽ ബി ഓൾസോ എക്സ് മീറ്റർ. അതായത് 20√3 ആയിരിക്കും എന്ത്? ബി സിയുടെ ലെങ്ത്. tan 30 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്, അഡ്ജസന്റ് സൈഡ് എക്സ് ആണ്. സോ tan 30യുടെ വാല്യൂ 1/√3 ആണ്. എച്ച് ഹൈറ്റ് ഓഫ് ദി എച്ച് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുമ്പോൾ 20√3 വന്നു. ഓക്കെ, 20√3 വന്നു. ഈ 20√3 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ആണോ? സോ 20√3 ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു എച്ച്. നമുക്കിതാ ഈ √3 കട്ട് കളയാം. സോ എച്ച് വിൽ ബി ഈക്വൽ ടു 20. So height of the tower will be equal to this 20 plus 60. ഈ കാണുന്ന 60യും ഈ കാണുന്ന 20യും കൂടെ ആഡ് ചെയ്താൽ മതി. So 20 plus 60 which is equal to 80 meter. Height of the tower, that is 80 meter, and the distance between the tower and the building, that is 20√3. So distance between them, ഏതൊക്കെയാണ്? ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള അകലം എത്രയായിരുന്നത്? എക്സ് അല്ലേ വന്നേ? ആ എക്സ് എത്രയാ വന്നേ? 20√3. So we can make it as 20√3 meter. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഒന്ന് നോക്കിക്കേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. This one is also a previous year question. The angle of elevation of the top of the building from the foot of the tower is 30 degree and the angle of elevation of the top of the tower from the foot of the building is 60 degree. If the tower is 60 meter high, find the height of the building. Okay, building DC ആണ്, AB ടവർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ടവറിന്റെ താഴ്ഭാഗത്ത് നിന്ന് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കണ്ടത് 30 ഡിഗ്രി ആംഗിളിലാണ്. എങ്ങനെ? ടവറിന്റെ താഴ്ഭാഗത്ത് നിന്ന് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്നത് 30 ഡിഗ്രിയിലാണ്. ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്ത് നിന്ന് ടവറിന്റെ മുകൾ ഭാഗം കാണുന്നത് 60 ഡിഗ്രിയിലാണ്. ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ടവറിന്റെ മുകൾ ഭാഗം കാണുന്നത് 60 ഡിഗ്രിയാണ്. അങ്ങനാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്തു നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ എന്തുപയോഗിക്കാം? ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ ABC ഇതിൽ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ tan 60 ഈക്വൽ ടു, ഇവിടെ ഫിഗറിൽ 50 അല്ല, അപ്പൊ ഇത് 50 എന്ന് തന്നെ കൊടുക്കാം. tan 60 ഈക്വൽ ടു opposite side, that is AB, that is height of the tower, divided by adjacent side BC. ഇവര് തമ്മിലുള്ള അകലം. ഓക്കെ, സോ tan 60യുടെ വാല്യൂ എത്രയാ? √3 ആണ്. √3 ഈക്വൽ ടു, this one is considered as 60. 60 divided by
60 ഡിവൈഡഡ് ബൈ ബി സി എത്രയാ അറിയില്ല, ബി സി തന്നെ നടന്നോട്ടെ. ഓക്കെ, ബി സി തന്നെ നടന്നോട്ടെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി സി ആദ്യം കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ബി സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. സോ ബി സി വിൽ ബി ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ √3. എന്ത് വന്നു? 60 ഡിവൈഡഡ് ബൈ √3 വന്നു. സെയിം, ഏകദേശം സെയിം ആൻസർ തന്നെ ഇതിനും വരുവാന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ എന്ത് വന്നു? ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. ഈ ഇറാഷണൽ നമ്പറിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? √3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ √3 താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. സോ 60 √3 ഡിവൈഡഡ് ബൈ 3. എങ്ങനെയാണ്? 60 √3 ഡിവൈഡഡ് ബൈ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 √3. ഓക്കെ, ബി സിയുടെ ലെങ്ത് 20 √3 ആണ്. ബി സി എന്ന് പറയുന്നത് എന്താണ്? ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് 20 √3. ഇനി റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ബി സി ഡി, ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓർക്കണേ. ടവറിന്റെ താഴ്ഭാഗത്ത് നിന്ന് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുവാണ്. ഇത് ടവറാണ്. ടവറിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുവാണ്. ഓക്കെ, അപ്പോ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? tan 30 എടുക്കാം. tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി ഡി ആണ്, അഡ്ജസന്റ് സൈഡ് ബി സി ആണ്. ബി സി ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയേ, ദാറ്റ് ഈസ് 20 √3. tan 30യുടെ വാല്യൂ 1/√3 എന്ന് കൊടുക്കാം. 1/√3 ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ 20 √3. ഇനി നമുക്ക് ഈ 20 √3 ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാലോ? എന്തുവരും? 20 √3 ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു സി ഡി. നമുക്കിതാ ഈ √3 കട്ട് കളയാം. സോ സി ഡി വിൽ ബി ഈക്വൽ ടു 20 മീറ്റർ. സി ഡിയുടെ എത്രയാണ്? 20 മീറ്റർ ആണ്. സി ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബിൽഡിംഗ് ആയിരുന്നു. ഇതിൽ ഏകദേശം നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റിന്റെ റിസംബ്ലൻസ് ഉണ്ട്. ആ ക്വസ്റ്റിന്റെ പാറ്റേൺ മാറിയത് നോക്കിയാൽ മതി. എന്താണ് നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു? ടവറും അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടെയും എന്താണ്? ടവറും ബിൽഡിംഗും തന്നെയാണ് ഉള്ളത്. നേരത്തെ ക്വസ്റ്റിന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ടവറിന്റെ മുകൾ ഭാഗവും ടവറിന്റെ താഴ്ഭാഗവും കാണുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ടവറിന്റെ മുകൾ ഭാഗവും കാണുന്നു, അതുപോലെ തന്നെ ടവറിന്റെ താഴ്ഭാഗവും കാണുന്നു. അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും തന്നു. ഈ കേസ് എന്താണ്? ബിൽഡിങ്ങിന്റെ താഴെ നിന്നിട്ട് ടവറിന്റെ മുകൾ ഭാഗം കാണുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. ഞാൻ നേരെ ഇപ്പുറത്ത് നിന്നിട്ട് ടവറിന്റെ താഴെ നിന്നിട്ട് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്നു. ആദ്യം എന്താ പറഞ്ഞേ? ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ടവറിന്റെ മുകൾ ഭാഗം കാണുന്നു. പിന്നെന്താ പറഞ്ഞേ? ടവറിന്റെ താഴെ നിന്നിട്ട് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്നു. അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആണ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആകെ അറിയാവുന്നത് ടവറിന്റെ ഹൈറ്റ് 60 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഒബ്വിയസ്ലി ഈ രണ്ട് ട്രയാങ്കിളും കോമൺ സൈഡ് വരുന്നത് ബി സി ആണ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു വൺ ടവർ ആൻഡ് ദ ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള അകലം ആണ് ബി സി. അതാണ് ഈ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡ്. ഈ കോമൺ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബി സി എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം, സി ഡിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാം. സി ഡി എന്താണ്? ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ tan 30 എടുത്തു. tan 30 ഈക്വൽ ടു സി ഡി ബൈ ഡി സി. സോ സി ഡി ബൈ 20 √3 കട്ട് ചെയ്ത് വരുന്നു. സോ സി ഡി വിൽ ബി ഈക്വൽ ടു 20. ഈ സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. സോ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 20 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദി ടവർ ഇറ്റ് ഈസ് 60 മീറ്റർ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ആണേ? ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓൾറെഡി കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കൂടിക്കൊഴിഞ്ഞു പോകുന്നുണ്ട്. സപ്പോസ് ഇതിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കയറുന്നതിന് മുൻപ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അത് തറോ ആയിട്ട് പഠിക്കുക. ഓക്കെ, അതിന്റെ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിലോട്ട് കയറാവുള്ളൂ. ഇതിന് കുറെയൊക്കെ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ചില സിറ്റുവേഷൻസ് നമ്മൾ ചിലപ്പം ആദ്യമൊന്നും വായിച്ച് മനസ്സിലാവണമെന്നില്ല.
സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഇതൊരു പേഴ്സണൽ ടിപ്പാണ്, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ കഥാപാത്രം നമ്മളായി മാറണം. ഓക്കെ, ക്വസ്റ്റ്യനിലെ കഥാപാത്രം നമ്മളായി മാറണം. ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുന്നു, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് നോക്കുന്ന ആള് നമ്മളായി മാറണം. ക്ലിയർ? നമ്മളായി മാറിയതിനു ശേഷം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും എങ്ങോട്ടാണ് നോക്കുന്നത്, അതിന്റെ ഹൈറ്റ് എന്താണ്, അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്. അപ്പൊ ഹൈറ്റും ഡിസ്റ്റൻസും കണ്ടുപിടിക്കാനായിരിക്കും കൂടുതലും ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, സോ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒരു ഫിഗർ ഫോർമുലേറ്റ് ചെയ്യുക. ആ ഫോർമുലേറ്റ് ചെയ്ത ഫിഗർ യൂസ് ചെയ്തിട്ട് ചെയ്തു പോകാം. കൂടുതലും നമുക്ക് 30, 60 അതുപോലെ തന്നെ 45 ഈ പെർട്ടിക്കുലർ ആംഗിൾസേ കൂടുതലും ചോദിക്കാറുള്ളൂ. വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ആംഗിൾ ചോദിച്ചാൽ അതിന്റെ വാല്യൂ എത്രയാണ്, സൈൻ, കോസ്, ടാൻ, അതിന്റെയൊക്കെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി മെൻഷൻ ചെയ്യും. ഇനി √3 വാല്യൂ കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന്റെ മാത്രം √3 വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, ഈ ടിപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഭാവിയിലും ഒരുപാട് യൂസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഹയർ സ്റ്റഡീസ് ഒക്കെ വരുമ്പോഴും ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് വീഡിയോയില്, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.